Good afternoon, guys. Welcome to the session. So we are on day 3 of the Tech Talk series. So today we have with us Nitin Mahesh. He's a blockchain developer with a government institution, TIFAC. So he works out of Coimbatore. So he'll be handling the session today. Nitin is a native of Kannur itself. So Nitin, you can start. You can share the screen and start. ഓക്കെ, അപ്പം ഇപ്പൊക്കെ എല്ലാം കാണാൻ പറ്റുമോ? സ്റ്റാർട്ട് ചെയ്യട്ടെ. Yes. ഓക്കെ, സോ ഗൈസ്, ഒരുപാട് സന്തോഷമുണ്ട് ഒരു ഞായറാഴ്ച ആയിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റിയതും ഇപ്പം സംസാരിക്കാൻ പറ്റുന്നതും. ഇപ്പം ഇതിൽ ചാറ്റിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സംസാരിച്ചോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്താ കോൾ സൗണ്ടിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കേൾക്കാൻ പറ്റില്ലേ? ഓക്കെ 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 ഫൈൻ. അപ്പം നമുക്ക് ആക്ച്വലി ഇന്ന് നമ്മൾ പറഞ്ഞ ടോപ്പിക് ബ്ലോക്ക് ചെയിൻ ആണ്. അപ്പം കുറച്ച് ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ ഒരു 1 hour കൊണ്ട് നിങ്ങൾക്ക് എന്ത് പറഞ്ഞുതരാൻ പറ്റും. അല്ലാണ്ട് ഇപ്പം നിങ്ങൾ യൂട്യൂബ് കയറി കഴിഞ്ഞാൽ ജസ്റ്റ് ബ്ലോക്ക് ചെയിൻ സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. അപ്പം എന്തിനാ പിന്നെ ഒരു 1 hour നമ്മൾ ഒരു സെഷന് വേണ്ടി മാറ്റി വെക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം ബേസിക് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പറയാ നമ്മൾ അവിടെ ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് പോവാം. നമുക്ക് അതിന്റെ ഡീപ്പറായിട്ട് പോകാനാണെങ്കിൽ നമുക്ക് തോന്നുന്നു കുറച്ചും കൂടി ഗ്രാഫിക്കലായിട്ട് കണ്ട് പഠിക്കേണ്ട ഒരു ഇതാണ്. അപ്പം ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. പറയാ അതൊരു പറയാ നമ്മളെ കണ്ട AI പോലെയോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ ഇതുവരെ യൂസ് ചെയ്തൊരു സാധനമായിട്ട് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇപ്പം നമുക്ക് അറിയാൻ പറ്റും ഈ പ്രൈവസി എന്നൊക്കെ പറയുന്നത് കുറച്ച് അടുത്തായിട്ട് നമ്മൾ കേട്ടു തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഈ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും പിന്നെ അതിനങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വില്ലേജ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഉള്ള ഒരു കാര്യങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിൽ നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനത്തെ ഒരു ആർക്കിടെക്ചർ ഒരുപാട് യൂസ്ഫുൾ ആണ്. പക്ഷെ ഒരു എൻഡ് യൂസർ എന്നുള്ള നിലയ്ക്ക് നമുക്കത് വലിയ ഇൻഫ്ലുവൻസ് വരുന്നില്ല. നമുക്കിപ്പോൾ ബ്ലോക്ക് ചെയിൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് എന്താണെന്നുള്ള രീതിയിലായിരിക്കും തിങ്ക് ചെയ്യാം. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളൊരു വില്ലേജ് ഓഫീസിൽ പോയി, ഇപ്പൊ എനിക്ക് എൻ്റെ സ്ഥലത്തിന്റെ ഒരു ആധാരമുണ്ട്. ആധാരത്തിൽ ഇപ്പം എൻ്റെ ഇത്ര സ്ഥലം ഞാൻ ഒരാൾക്ക് വിൽക്കുന്നു. അപ്പം നിങ്ങൾ നോർമലി ഓഫീസിൽ പോയാൽ പറയും ഓക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വാ, പിന്നെ നിങ്ങൾ ഇന്ന ഫയൽസേ കൊണ്ടുവന്നിട്ടും ഇന്ന സാധനങ്ങൾ കൊണ്ടുവരാനുണ്ടെന്ന് പറയും. അപ്പം നിങ്ങൾ പറഞ്ഞു വിടും. ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ അതും കൂടി കൊണ്ടുവരും. അപ്പോൾ പിന്നെയും പറയും ഓക്കെ ഇന്നൊരു സാധനം മിസ്സിംഗ് ആണെന്ന് പറയും. ഇപ്പൊ ഒരു സാധാരണക്കാരന്റെ കേസിൽ അല്ലെങ്കിൽ അയാൾ കുറച്ച് പൈസ അധികം കൊടുത്തു കഴിഞ്ഞാൽ പറയും ഓക്കെ നിങ്ങൾക്ക് ഈ സാധനങ്ങളും ഈ പേപ്പറുകളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ചെയ്തു തരാന്നുള്ള രീതിയിൽ അവർ പറയും. പക്ഷെ അയാള് ചിലപ്പോൾ ഉടായ്പ കളിക്കുന്നതാണെങ്കിൽ ഇപ്പം വേറെ ആളുടെ സ്ഥലം കൂടി കൂട്ടിയിട്ടായിരിക്കും ചിലപ്പം മാപ്പ് വരയ്ക്കുന്നത്. അങ്ങനെ കുറെ മിസ്റ്റേക്സ് വരും. ഇപ്പം ഇവിടെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്, പൈസ ഉള്ളവനും പൈസ ഇല്ലാത്തവനും, ലോ കയ്യിലുള്ളവനും ലോ കയ്യിലില്ലാത്തവനും എന്നുള്ളൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പം ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി പറഞ്ഞാൽ ഒരു ഫാസ്റ്റർ മീൻസ് ഓഫ് വാലിഡേഷൻ അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലായാലും കോംപ്ലക്സിറ്റി ആയാലും നമ്മൾ വെറുതെ കൊടുക്കുന്നതാണ്. ഒരു സാധാരണ നമ്മളൊരു കാര്യം എങ്ങനെ വാലിഡേറ്റ് ചെയ്യുന്നു അതിനെ കൂടുതൽ സെക്യൂർ ആയിട്ടും കുറച്ചും കൂടി ഫാസ്റ്റിലും എങ്ങനെ വാലിഡേറ്റ് ചെയ്യാന്നുള്ള ആൾക്കാർ ചിന്തിച്ച സമയത്ത് വന്നൊരു സാധനം ഇത്. പിന്നെ ഈ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ ആണ്. അതിപ്പോൾ എന്താണ്, ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ആണെന്ന് പറഞ്ഞ പോലെയാണ് പ്രശ്നം. അതൊരു അപ്ലിക്കേഷൻ അത്രയേ ഉള്ളൂ. അപ്പം ബേസിക്കലി ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാനൊരു രൂപക്കിന് ഒരു 10 രൂപ കൊടുത്തു. അത് ഞാനൊരു രൂപക്ക് മാത്രമേ അറിയുന്നുള്ളൂ. അപ്പം അത് രൂപക്ക് തിരിച്ചു തരുന്നതിന് പകരം പിന്നെ വന്നിട്ട് പറയുന്നു ഞാൻ തിരിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ കള്ളത്തരം പറയുന്നതാണെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ അവിടെ ഒരു പറയാ ടൈം എടുക്കാം, തിരിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഡിലേ വെക്കാം. അവസാനം ചിലപ്പോൾ തരുമായിരിക്കും. പക്ഷെ അത് ഞാനിപ്പോൾ 10 രൂപക്കിന് കൊടുക്കുന്നത് ഒരു 10 പേര് കൂടി കണ്ടെന്ന് വിചാരിച്ചോ. ഇപ്പൊ നമ്മളെ ഈ അശ്വിനായാലും അഫേലാണെങ്കിലും അവരൊക്കെ കണ്ടെന്ന് വിചാരിച്ചോ. അപ്പം പെട്ടെന്ന് ഡിനേ ചെയ്യാൻ പറ്റൂല. അപ്പൊ ഡിനേ ചെയ്താലും കണ്ടു നിന്നവരുടെ മെജോറിറ്റീനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യണം. എടാ നീ എനക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ടില്ല എന്ന് പറയാന്നുള്ള രീതിയിൽ. അതാണ് ബ്ലോക്ക് ചെയിൻ. ഇപ്പം ഒരു ട്രാൻസാക്ഷൻ, ഒരു P2P പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ആ ട്രാൻസാക്ഷൻ അവര് രണ്ടാളും ഒരു കോപ്പി വെക്കും ആ ട്രാൻസാക്ഷന്റെ. അതേപോലെ തന്നെ ബാക്കിയുള്ളവരും ആ നെറ്റ്വർക്കിലുള്ള ബാക്കിയുള്ളവരുടെ കയ്യിലും ഒരു കോപ്പി വെച്ചെത്തും. അപ്പം കുറച്ചും കൂടി ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോൾ റീഡ് ഓൺലി അല്ല, ഒരു ജസ്റ്റ് ഓക്കെ ക്രെഡ് ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, ക്രിയേറ്റ് റീഡ് അങ്ങനത്തെ ഇത്. ഇപ്പോൾ ക്രിയേറ്റ് മാത്രമേ ഉള്ളൂ, അതിൽ ഡിലീറ്റും എഡിറ്റും ഒന്നും വരുന്നില്ല. അപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഗൂഗിൾ ഡോക്സിന്റെ ഹിസ്റ്ററി നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ ഡോക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പിന്നെ വരുത്തിയ ചേഞ്ചസ് എല്ലാം പിന്നെ ഹിസ്റ്ററി കാണുമല്ലോ. ബേസിക്കലി അത്രയേ ഉള്ളൂ.
പക്ഷേ ഈ ഹിസ്റ്ററി മൊത്തം സ്റ്റോർ ചെയ്യുന്നതും വാലിഡേറ്റ് ചെയ്യുന്നതും ഗൂഗിൾ മാത്രമാണ്. വേറെ ആരും നമ്മുടെ ഹിസ്റ്ററി വന്നിട്ട് ഓക്കെ ഗൂഗിൾ അത് ഹിസ്റ്ററി അങ്ങനെ മാറ്റിയെന്നൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ കളയാം. അപ്പം ബേസിക്കലി ബ്ലോക്ക് ചെയിൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അറിയാം ഒരു ട്രാൻസാക്ഷൻ നടത്തി, വേറൊരു പിയറിൻ്റെ അടുത്ത് ഒരു ട്രാൻസാക്ഷൻ നടത്തി, ആ ട്രാൻസാക്ഷൻ്റെ ഒരു ഡീറ്റെയിൽസ് ആ നെറ്റ്വർക്കിലുള്ള ബാക്കി എല്ലാവരുടെ അടുത്തും എത്തും. അത് വെച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം, വേണമെങ്കിൽ വെരിഫൈ ചെയ്യാണ്ടിരിക്കാം. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം എങ്ങനെയാണ്. അപ്പം പിന്നെ അത് ട്രാൻസാക്ഷൻ ഡിനേ ചെയ്യാനും പറ്റില്ല, എഡിറ്റ് ചെയ്യാനും പറ്റില്ല ഒരാൾ വിചാരിച്ചാൽ. സോ അതൊരു വാലിഡേഷൻ ആണ്. ഇപ്പം വാലിഡേറ്റ് മറ്റുള്ളവർക്ക് അത് വാലിഡേറ്റ് ചെയ്യാം, അതിങ്ങനെ പെട്ടെന്ന് വാലിഡേറ്റ് ചെയ്യാം മറ്റ് സിസ്റ്റങ്ങളെ വെച്ച് നോക്കുമ്പോൾ. അതൊന്ന്. പിന്നെ ആക്ച്വലി അതൊരു ബ്ലോക്ക് ചെയിൻ അല്ല, അതൊരു DLT DLT എന്നൊക്കെ പറയുമ്പോൾ ഒരു ലെഡ്ജർ ടെക്നോളജിയാണ്. ലെഡ്ജർ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇതാണ് സംഭവം നടക്കുന്നത്. അതിൻ്റെ അകത്ത് ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞ സാധനം ഒരു ഡെറിവേറ്റീവ് ആണ്. എന്താ പറയാ, ഒരു അച്ഛനും അമ്മക്കും 5 മക്കള്, ഇപ്പം പാണ്ഡവര് പോലെ. അപ്പൊ അതിലെ ഒരു കുട്ടിയാണ് DLT ബ്ലോക്ക് ചെയിൻ. അപ്പം അതിൽ വേറെ ഇതുണ്ട്. ഇപ്പം അയോട്ട എന്ന് പറയുന്ന ഒരു സാധനം വേറെ ടൈപ്പ് ഓഫ് ലെഡ്ജർ ടെക്നോളജിയാണ്. അപ്പം ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ബ്ലോക്ക് ചെയിൻ ഫോം ചെയ്ത് പറയാ ഒരു ടൈപ്പ് ഓഫ് കൺസെൻസസ് മെത്തേഡും ഒരു ടൈപ്പ് ഓഫ് വാലിഡേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കൺസെൻസസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പ്രൂഫ് ഓഫ് വർക്ക്, പ്രൂഫ് ഓഫ് സ്റ്റേക്ക് എന്നൊക്കെ പറയും. ഇപ്പം ബേസിക് എക്സാമ്പിൾ ഞാൻ ക്രിപ്റ്റോ കോയിൻ വെച്ചിട്ട് പറഞ്ഞുതരാം, ഏത് ബിറ്റ് കോയിൻ വെച്ച് പറഞ്ഞുതരാം. ഇപ്പം ഞാനൊരു ട്രാൻസാക്ഷൻ നടത്തി, ഇപ്പം ഞാനൊരു 10 രൂപേൻ്റെ ട്രാൻസാക്ഷൻ നടത്തി. ആ ട്രാൻസാക്ഷൻ ആര് വാലിഡേറ്റ് ചെയ്യുന്നോ അവരായിരിക്കും ആ ട്രാൻസാക്ഷൻ ഒരു ഫീ ഉണ്ടാവും, ട്രാൻസാക്ഷൻ ഫീസ് ഉണ്ടാവും, അവർക്കാണ് ആ ട്രാൻസാക്ഷൻ ഫീസ് കിട്ടുക. അപ്പൊ അത് വാലിഡേറ്റ് ചെയ്യാൻ ആ ഫീസിന് വേണ്ടിയിട്ട് അത് കുറേ പേര് വാലിഡേറ്റ് ചെയ്യാൻ നോക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം ആരൊക്കെ ഉണ്ടാവും, ഓക്കെ ഇതിലിപ്പം നമുക്ക് ഒരു 8 അറ്റൻഡീസ് ഉണ്ട് നമ്മൾ ഇതിൽ. ആ 8 പേരും അത് വാലിഡേറ്റ് ചെയ്യാൻ നോക്കും. ഞാൻ രൂപന് 10 രൂപ കൊടുത്തത്. ആ 8 പേരും വാലിഡേഷൻ നോക്കുന്ന വെച്ചാൽ ഇപ്പം ഒരു നോൺസ് വാല്യൂ ഉണ്ട്. അത് ആക്ച്വലി ഒരു മെക്കാനിക്കൽ ഫോമുലയിലൊക്കെ, അത് നമുക്ക് അതിൽ ഡീപ്പായിട്ട് പോയിട്ട് വെറുതെ ഉറപ്പിക്കണ്ട. അപ്പം ആ വാലിഡേറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ആരാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആക്ച്വൽ നോൺസ് വാല്യൂവിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നോൺസ് വാല്യൂ എത്തുന്ന അവരായിരിക്കും അത് വാലിഡേറ്റ് ചെയ്യുന്ന, അവർക്കാണ് ട്രാൻസാക്ഷൻ ഫീസ് പോകും. അപ്പൊ എന്താ ഉണ്ടാവുന്നത്, അതേ ഇപ്പം ഞാൻ ഒരു ട്രാൻസാക്ഷൻ നടത്തി, അതിന്റെ മേലെ ഒരുപാട് പേര് വർക്ക് ചെയ്യാൻ നോക്കുന്നു. അപ്പം ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇത് പറയാ ഒരു ഗ്രൂപ്പ് വർക്ക് എന്നൊക്കെ പറയില്ല, അതാണ് അതിന്റെ പറയാ ഒരു പ്രൈവസി ഇത് വാല്യൂ എന്ന് പറയാ, അതിന്റെ ഒരു ഒറിജിനാലിറ്റി കാണിക്കുന്നത്. ഇപ്പം ഫേക്ക് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു ഇതിന്റെ ഒരു പ്രൂഫാണ് ആ ഒരു ഇത് ഒരൊറ്റ മെത്തേഡാണ് പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഇപ്പം പ്രൂഫ് ഓഫ് സ്റ്റേക്ക് ഉണ്ട്, അതായത് ആരാണ് ഈ നെറ്റ്വർക്കിൽ ഏറ്റവും കൂടുതൽ സമയമായിട്ടുള്ളത് അവർക്ക് വേണ്ടി അത് പ്രൂവ് ചെയ്യാം. അങ്ങനെ കുറച്ച് മെത്തേഡ്സ് വരുന്നുണ്ട്. ഇപ്പം ബേസിക്കലി ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു കൺസെൻസസ് മെത്തേഡ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറഞ്ഞ പ്രൂഫ് ഓഫ് വർക്ക് ആയാലും പ്രൂഫ് ഓഫ് സ്റ്റേക്ക് ആയാലും ഓക്കെ അതുണ്ടാവും. പിന്നെ ഒരു സ്മാർട്ട് കോൺട്രാക്ട് ഉണ്ടാവും. അതൊരു അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. വെച്ചാൽ ഇപ്പം ആൾക്കാർ ഇത് മാനുവലി വാലിഡേറ്റ് ചെയ്യുന്നു, അതെങ്ങനെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. അതായത് ഞാൻ ഒരു 10 പേരെ വീട്ടിൽ ജോലിക്ക് വെച്ചു. അതിൽ ഓരോ ആൾക്കാരും ജോലി തീർക്കുന്നതനുസരിച്ച് അവർക്ക് പൈസ കൊടുക്കണം. അപ്പം ഞാൻ അവരെ ജോലിക്ക് എടുത്തു, അവർ ജോലി ചെയ്യുന്നു. അപ്പൊ അവരെ ജോലി ഞാൻ വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവസാനം പറയുന്നു എടാ ഇന്ന് പൈസ ഇല്ല, നാളെ തരാം. പക്ഷെ അത് ഞാൻ ചിലപ്പം വെറുതെ പറയുന്നതായിരിക്കും, പൈസ കൊടുക്കാൻ പ്ലാൻ ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് എങ്ങനെ അതിൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാനാണ് ബ്ലോക്ക് ചെയിൻ്റെ അടുത്ത യൂസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു ട്രാൻസാക്ഷൻ നടത്തി, പക്ഷെ അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പം അത് മറ്റുള്ളവർ വാലിഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അയാൾ ചെയ്യുന്ന വർക്കിന്റെ പൈസ അയാൾക്ക് കിട്ടും. എങ്ങനെ വെച്ചാൽ ഞാനൊരു 10 റുപ്പീന്റെ ട്രാൻസാക്ഷൻ ജനറേറ്റ് ചെയ്തു തുടങ്ങിയാൽ അത് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആ 10 റുപ്പി എടുത്തിട്ടുണ്ടാവും. പക്ഷെ അത് ബ്ലോക്ക് ചെയിനിൽ ഉണ്ടാവും, മറ്റുള്ളവർ അത് വാലിഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അവരെ വാലിഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ ട്രാൻസാക്ഷൻ പ്രോസസ് ആവും. ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ ആ ബ്ലോക്ക് ചെയിനിലുള്ള ഒരു പൈസ ചെയ്ത ആൾക്ക് എത്തുകയും ചെയ്യും. അപ്പം ഒരു എന്താ പറയാ ഒരു മൾട്ടിപ്പിൾ ഓർഗനൈസേഷൻ വരുന്ന സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരാൾ അവരെല്ലാവരും ഭരിക്കാതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്രീ ട്രേഡ് നടത്തുന്ന ഒരു സിറ്റുവേഷനാണ് ബ്ലോക്ക് ചെയിൻ. ഫ്രീ ട്രേഡ് എന്ന് വെച്ചാൽ ആരുടെയും അണ്ടറിലല്ല. ഫോർ എക്സാമ്പിൾ എന്താ പറയാ
ഇപ്പം 10 പേര് ഒരു ഫ്രീലാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ 10 പേരും 10 പേരുടെ ഇതിൽ തന്നെയാണല്ലോ. ഇപ്പൊ അവരെ ഒരു കമ്പനി എന്ന് വിളിക്കാൻ പറ്റില്ല. 10 പേരും 10 പേരുടെ ഇഷ്ടത്തിനാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതുപോലെ എക്സാമ്പിൾ എന്താ പറയാ, ഇപ്പൊ ഞാൻ ചെയ്തൊരു പ്രൊജക്റ്റ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്റ്റ് ആണ്. ഇപ്പൊ എന്താ പറയാ, ഒരു വീടുകൾ തമ്മിൽ ഇപ്പൊ നമ്മള് സെറ്റപ്പിന്റെ അകത്ത് ഒരു 6 വീടുണ്ടായിരുന്നു. 6 വീടും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സ്വന്തം ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന സോളാർ പാനലിൽ നിന്ന് ഉണ്ടാക്കുന്ന എനർജി ഉണ്ടാവും ഓരോ വീട്ടിലും. ആ വീട് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ എനർജി ഉണ്ടാക്കും. ചില വീടിന് ആവശ്യമുള്ള എത്ര ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പൊ മറ്റുള്ളവരുടെ അത് വാങ്ങണം. അപ്പം ഇല്ലാത്തവന് ഉള്ളവൻ കൊടുക്കുന്നു എന്നുള്ളൊരു നെറ്റ്വർക്ക്. പക്ഷെ അതൊരു മീഡിയേറ്റർ ഇല്ലാതെ അവർക്ക് ഇപ്പം ഇവനില്ല, അപ്പൊ ഞാൻ തന്നെ കൊടുക്കുന്നു. ഇപ്പം അയൽക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന പോലെ ഡയറക്ട്ലി P2P എന്നുള്ള രീതിയിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു പല പ്രൊജക്ട് ചെയ്തു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബ്ലോക്ക് ചെയിൻ വെച്ചിട്ട് ഇപ്പൊ ഓരോ വീട്ടിലും ഉള്ള സാധാരണ മീറ്ററിനായിരിക്കില്ല, അപ്പം ഇലക്ട്രിക് മീറ്റർ, സ്മാർട്ട് മീറ്റർ എന്നൊക്കെ പറഞ്ഞ റാസ്ബെറി പൈ ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും. ഇപ്പം അത് വെച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റും നമ്മൾ എത്ര ജനറേറ്റ് ചെയ്യുന്നുണ്ട്, എത്ര നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, എത്ര ബാക്കി വരുന്നുണ്ട്, ബാറ്ററിയിലേക്ക് എത്ര പോകുന്നുണ്ട്. ആ ബാറ്ററിയിലേക്ക് പോകുന്നത് ഈ വീടുകൾ എന്ന് വെച്ചാൽ 6 വീടും കോമൺ പോയിന്റ് ഓഫ് കപ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പം 6 വീടും കണക്റ്റഡ് ആയിരിക്കും ലൈൻസ് വഴി. അപ്പൊ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന എങ്ങനെയാ, ഒരു വീടില് പവർ ഷോർട്ടേജ് വരുന്ന സമയത്ത്, അതായത് പ്രൊഡിക്റ്റ് ചെയ്യുന്നത്, അപ്പം അടുത്തൊരു 6 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കറണ്ട് ആവശ്യത്തിനില്ല, എനിക്ക് വേണമെന്ന് തോന്നുമ്പോൾ അത് ഓൾറെഡി കണ്ടിട്ട് ആൾക്കാർ ഇന്റർവെൻഷൻ ഒന്നും ഇല്ലാണ്ട് ആ സ്മാർട്ട് കോൺട്രാക്ട് ഡിസൈഡ് ചെയ്യും. ഓക്കെ, ഒരു ലേലം വിളിക്കാം, ആരെടുത്താണ് ഏറ്റവും കൂടുതൽ പവർ ഉള്ളത്. അപ്പം ബാക്കി എല്ലാ വീടുകളും അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്യും എത്രയാണ് പവർ ഉള്ളത് എന്നുള്ള രീതിയിൽ. ആ ബ്രോഡ്കാസ്റ്റ് ചെയ്ത സാധനം വെച്ചിട്ട് ആ സ്മാർട്ട് കോൺട്രാക്ട് ഡിസൈഡ് ചെയ്യും ആരെടുത്ത് വാങ്ങണം, ആരാ ഏറ്റവും ചെറിയ പൈസക്ക് വെക്കുന്നത്, ആരാ ഏറ്റവും അടുത്തുള്ള വീട് എന്നുള്ള രീതിയിൽ അവരെ ഡിസൈഡ് ചെയ്തിട്ട് അവരെന്നെ വാങ്ങുന്നു. അപ്പൊ ആക്ച്വലി ഇവിടെ എന്താ നടക്കുന്നത്, ഒരു സ്മാർട്ട് കോൺട്രാക്റ്റാണ് എല്ലാം ചെയ്യുന്നത്. അതായത് നമ്മൾ സെർവറിൽ ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സെർവർ ഒരു സ്ഥലത്താണ് ഉണ്ടാവും. ആ സ്ക്രിപ്റ്റ് എല്ലാവരുടെ അടുത്തും ഒരു കയ്യിൽ കോപ്പി ഉണ്ടെങ്കിൽ അതിനെ സ്മാർട്ട് കോൺട്രാക്ട് എന്ന് വിളിക്കും, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ നടക്കുന്നു. അപ്പൊ ട്രാൻസാക്ഷൻ നടക്കും. ഈ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്, ഇപ്പം അപ്പുറത്തെ വീട്ടിൽ ഒരാൾക്ക് 10 യൂണിറ്റ് കറണ്ട് വിറ്റാല് അത് എല്ലായിടത്തും ഒരു കോപ്പി എത്തും. ഞാൻ എത്ര പൈസക്ക് വിറ്റ് ചെയ്യുന്നെത്തും, എത്ര യൂണിറ്റ് വിറ്റെന്ന് എത്തും. അപ്പം നാളെ അപ്പുറത്തെ വീട്ടിലെ ആളെ എന്നോട് ചോദിക്കും, ഞാൻ തരാന്ന് പറഞ്ഞിട്ട് പറയാം. പിന്നെ പവറിന് ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അത് കുറച്ച് കൊടുക്കാനും പറ്റില്ല. കാരണം ഞാൻ ഇവർക്ക് എത്ര കൊടുത്തു, എനിക്ക് ഇത്ര ബാക്കി ഉണ്ടാകുന്ന അവരും അറിയാമല്ലോ. അപ്പം ഒരു ട്രാൻസ്പാരന്റ് സിസ്റ്റം എങ്ങനെ മൾട്ടിപ്പിൾ ഓർഗനൈസേഷനുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കാന്നുള്ള രീതിയിലാണ് ബ്ലോക്ക് ചെയിൻ ആൾക്കാർ കാണുന്നത്. അതുകൊണ്ടാണ് അതിന് ഒരു ഗവൺമെന്റ് ഇത്ര വാല്യൂ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്ട് എന്താണെന്ന് വെച്ചാൽ, ഒരു ഡിസ്ട്രിക്ട് ഉണ്ട് ഒരു ബീഹാറിൽ. അവിടെ ഒരു വില്ലേജ് ഓഫീസ് പ്ലസ് അങ്ങനത്തെ ഒരു 3-4 ഏജൻസീസ് ഉണ്ട്. അപ്പോൾ അവരൊരു ടെൻഡർ വിളിക്കും. ആ ടെൻഡർ വിളിക്കുന്ന വരെയുള്ള സിറ്റുവേഷൻ, അതായത് എനിക്കിപ്പോൾ എൻ്റെ ഓഫീസിൽ എൻ്റെ ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് വിചാരിച്ചു, വില്ലേജ് ഓഫീസുമായിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള. അപ്പോൾ എനിക്ക് എൻ്റെ ഓഫീസിലേക്ക് ഒരു 10 ചെയർ വേണം. ആ 10 ചെയർ വേണമെങ്കിൽ ഇപ്പം സാധാരണ പേപ്പർ വർക്കിലൂടെ പോവുകയാണെങ്കിൽ കുറെ പണിയുണ്ട്. ഇപ്പം എവിടത്തേക്കാണ് റിക്വയർമെന്റ് എല്ലാം ജസ്റ്റ് ഒരു പേപ്പർ ആയിട്ട് കൊടുക്കണം, ഒരു ഓഫീസിൽ കൊടുക്കണം. അതേ കോപ്പി തന്നെ അവരത് അപ്രൂവ് ചെയ്ത് അടുത്ത ഓഫീസിൽ കൊടുക്കണം. അങ്ങനെ ഓരോ ഓഫീസ് വഴി കയറി ഇറങ്ങണം, ഓരോന്ന് അപ്രൂവ് ആവുന്ന വഴി. ഇപ്പം ബ്ലോക്ക് ചെയിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഓരോ ഓഫീസും ഓട്ടോണോമസ് ആയിരിക്കും. നമ്മൾ ഒരു ഓൺലൈൻ സിസ്റ്റത്തിലൂടെ ഒന്നും ആയിരിക്കില്ല എല്ലാവരും കൺട്രോൾ ചെയ്യുന്നത്. ഓരോ ഓഫീസിന്റെ അടുത്തും ഓരോ നോഡായിരിക്കും. ആക്ച്വലി ഇതാണ് ബ്ലോക്ക് ചെയിൻ, നോഡ്സ്, കണക്ഷൻസ്. അപ്പം സാധാരണ ഒരു സെൻട്രലൈസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ 6 നോഡ് ഉണ്ടെങ്കിൽ 6 നോഡിന് മേലൊരു നെറ്റ്വർക്ക് മേലൊരാളുണ്ടാവും. അതായിരിക്കും 6 നോഡായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ഉണ്ടാവുക. 6ഉം ഇന്റർ കണക്റ്റഡ് ആയിരിക്കില്ല. അങ്ങനെയാണല്ലോ. അപ്പം സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന എല്ലാ നെറ്റ്വർക്കും അങ്ങനെയാണ്. ഇപ്പം നമ്മളൊരു ഗൂഗിളിലെ സെർവറിലേക്ക് റിക്വസ്റ്റ് അയക്കുന്നു, അവർ തിരിച്ച് റെസ്പോൺസ് വരുന്നു. ഇപ്പോൾ അതിനിടയ്ക്ക് ക്യാഷ് സെർവറൊക്കെ ഉണ്ടാവും, അത് വേറെ. അപ്പം ബേസിക്കലി നടക്കുന്ന എല്ലാ ടൈപ്പ് സിസ്റ്റത്തിന് ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ള രീതിയിലാണ് ബ്ലോക്ക് ചെയിൻ വരുന്നത്. പക്ഷെ എല്ലാത്തിനും അത് ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിനൊന്നും ബ്ലോക്ക് ചെയിൻ ഒരിക്കലും ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പം കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് വരുമ്പോൾ, അതായത് ഈ പറ്റിക്കല്, പിന്നെ ഓൺലൈൻ രീതിയിലുള്ള പറ്റിക്കൽ ഒരുപാട് വരുന്ന സ്ഥലത്ത്, ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഞാൻ കണ്ണൂരിൽ ഇനി അങ്ങോട്ട് ഒരാഴ്ച ലോക്ക്ഡൌൺ വരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു മെസ്സേജ്. ഇപ്പം ഇങ്ങനത്തെ ഒരു മെസ്സേജ് ഒരു അത്ര പേരെ ഉണ്ടാക്കിയിടുന്ന ഫേക്ക് ആണ്, അത് ആരും വാലിഡേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഫേക്ക് വരുന്നുണ്ടെങ്കിൽ ഫേക്ക് ആന്ന് പറയാൻ വേണ്ടിയിട്ട് പിന്നെ പറയുന്ന ആള് ആരാന്നുള്ള ഒരു അതോറിറ്റി ഇല്ല.
അപ്പം ഇങ്ങനത്തെ സംഭവങ്ങൾ എങ്ങനെ വെരിഫൈ ചെയ്യാന്നുള്ള രീതിയിലെല്ലാം ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഫോം ചെയ്തത്. ആക്ച്വലി ഇതുവരെ മെച്ചുവർ ആവാത്തൊരു സാധനമാണ് ബ്ലോക്ക് ചെയിൻ. ഫോർ എക്സാമ്പിൾ എന്താ പറയാ, ഇത് 1950s വന്ന സംഭവമാണ്. ഒരു മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് കൂടിയിട്ട് ഡിസിഷൻ എടുക്കുക എന്നുള്ള രീതിയിൽ. പിന്നെ 2002 ഒരു ചങ്ങായി, ഞങ്ങളുടെ പേര് പറഞ്ഞുപോയി, അയാളാണ് സ്മാർട്ട് കോൺട്രാക്ട് കൊണ്ടുവന്നത്. അതിന് മുന്നേ ആണ് ക്രിപ്റ്റോഗ്രഫി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലായിട്ട് വന്ന സാധനങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് ഒരാൾ കമ്പൈൻ ചെയ്തു, ഈ സതോഷി നൊക്കാമോട്ടോ എന്ന് പറഞ്ഞ ആള്. അങ്ങനെയാണ് ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞ സാധനം അയാള് കോയിൻ ചെയ്തത്, അങ്ങനത്തെ ഒരു ടേം കോയിൻ ചെയ്തത്. അതിന് മുന്നേ ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ സ്മാർട്ട് കോൺട്രാക്ട് കണ്ടുപിടിച്ച ആൾ തന്നെ ബ്ലോക്ക് ചെയിൻ പോലത്തെ ഒരു സാധനം 2008 ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഫെയിലായി പോയത് എന്താണെന്ന് വെച്ചാൽ, ഈ ഡബിൾ സ്പെൻഡിങ് എന്ന് പറഞ്ഞ ഇഷ്യൂ ഉണ്ട് ബ്ലോക്ക് ചെയിനിൽ. എന്ന് വെച്ചാൽ, ഞാൻ ഒരാൾക്ക് ഒരു 10 രൂപ കൊടുത്തിട്ട് ട്രാൻസാക്ഷൻ നടത്തി. അപ്പം എൻ്റെ കയ്യിലെ ഇനീഷ്യൽ ബാലൻസ് 10 ആണ്. ഞാൻ 10 അയാൾക്ക് കൊടുത്തു. അപ്പൊ ഒരു സെൻട്രലൈസ്ഡ് ഏജൻസി ഉണ്ടെങ്കിൽ അയാൾക്ക് അറിയാൻ പറ്റും ഒരു 10 ഇയാൾക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഒരു റിക്വസ്റ്റ് വന്നു, അപ്പൊ അയാളെ റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 10 അങ്ങനെയൊക്കെ കൊടുത്തു. അപ്പൊ അയാളുടെ കയ്യിൽ ഇപ്പൊ 0 ആണ് ബാലൻസ്. പക്ഷെ അതൊരു സെൻട്രലൈസ്ഡ് ഏജൻസി അത് ചെയ്യുന്നത്. ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഒരുപാട് പേര് നടക്കുന്ന ഒരു ട്രാൻസാക്ഷനിൽ ആ 10 മാറി 0 ആവാൻ കുറച്ച് ടൈം എടുക്കും. അതായത് ഇപ്പൊ ഇനീഷ്യലി ആൾക്ക് 10 ഉണ്ടായിരുന്നു, പിന്നെ അത് 0 എന്ന് പറയുമ്പോൾ ആ സംഭവം എല്ലാവരും കോപ്പി എടുത്ത് വെക്കണം. ഇപ്പം ഓരോ ട്രാൻസാക്ഷനും എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യണം. ആ സമയത്ത് ഉണ്ടാകുന്ന ഡിലേ ഉള്ളില് നമുക്ക് വേറെ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ, ഇപ്പൊ 2 പേർക്ക് 10 കൊടുത്തു, ഒരാൾക്ക് 0 ആയിന്ന് ഒരാൾ പറയുന്നതിന് മുന്നേ തന്നെ ബാക്കി എല്ലാവരും അടുത്ത 10 ആക്സെപ്റ്റ് ചെയ്തു. അപ്പൊ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് സോൾവ് ചെയ്തതാണ് ഇയാൾ സതോഷി നൊക്കാമോട്ടോ എന്ന് പറഞ്ഞ സംഭവം. ബ്ലോക്ക് ചെയിൻ ആക്ച്വലി അങ്ങനെയാണ് ഉണ്ടായത്. ആ ഒരു ഇഷ്യൂ കൂടി സോൾവ് ആയപ്പോൾ സാധനം കുറച്ചും കൂടി ബെറ്റർ ആയി. ഇനി ഞാൻ ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നല്ലാണ്ട് ബ്ലോക്ക് എങ്ങനെയാണെന്നും കാര്യമായിട്ട് പറഞ്ഞില്ല. ആക്ച്വലി അത് ഗൂഗിൾ ചെയ്താൽ ഈസിലി മനസ്സിലാവുന്നതാണ്. അപ്പം ഞാനൊരു ഇത് പറഞ്ഞുതരാം, ഒരു ഹിന്റ് പറഞ്ഞുതരാം. ഇതല്ല, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആക്ച്വലി ഇതെന്ന് വെച്ചാൽ, ഒരു ഡാറ്റാസ് നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഒരു സെർവറിൽ ഓരോ സംഭവങ്ങൾ ഒരു ഇതായിട്ട് അപ്പൻഡ് ആയി പോയെന്ന്. ഇപ്പം ഒരു വേരിയബിൾ സ്റ്റോർ പറയാം, ഇപ്പൊ സെർവറിൽ ഒരു ടേബിൾ ഉണ്ടാവും, ടേബിളിന്റെ അകത്ത് നമ്മൾ ഒരു കോളം ഉണ്ടാവും, ഒരു SQL ടേബിൾ മനസ്സിൽ വിചാരിച്ചു നോക്കിയാൽ. ആക്ച്വലി അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് കുറച്ച് ഡിഫറൻസ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ഇതിൽ കുറച്ചും കൂടി എന്താ പറയാ, ഒരു എഡിറ്റ് ഓപ്പറേഷനോ ഡിലീറ്റ് ഓപ്പറേഷനോ ഇതിലില്ല. അത്രയും ഡിഫറൻസ് ഉള്ളൂ. അപ്പൊ ഞാൻ ഒരു സാമ്പിൾ ഇമേജ് കാണിച്ചു തരാം, അതിൽ ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, കാണാം. ഓക്കെ ഓക്കെ. ആക്ച്വലി ഇപ്പം ഈ 1 എന്നുള്ള ഒരു സാധനം, ഇതാണ് നമ്മളെ ജെനസിസ് ബ്ലോക്ക് എന്ന് പറയാം. അപ്പൊ നമ്മളെ ബ്ലോക്ക് ചെയിൻ എന്താ പറയാ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള ഫസ്റ്റ് ബ്ലോക്ക്. ഓരോ ബ്ലോക്കും ഒരു ബണ്ടിൽ ഓഫ് ട്രാൻസാക്ഷൻസ് ആയിരിക്കും. ഇപ്പം ഞാൻ രൂപന് ഒരു 10 രൂപ അയച്ചു, അതൊരു ട്രാൻസാക്ഷൻ ആണ്. അത് എല്ലാവരുടെ കയ്യിലും എത്തും, എല്ലാവരുടെ കയ്യിലും എത്തി. അങ്ങനെ ഞാൻ എത്രയായിരിക്കും എന്തൊക്കെ ട്രാൻസാക്ഷൻ ചെയ്യുന്നോ അതിന്റെ എല്ലാം ഒരു ബണ്ടിലായിരിക്കും ഒരു ഫസ്റ്റ് ബ്ലോക്ക്. അപ്പം അതിന്റെ ഒരു സൈസ് ഒരു 2 MB വരെ ഒരു ബ്ലോക്ക് ആയിരിക്കും. പിന്നെ അങ്ങോട്ട് ഞാൻ ചെയ്യുന്ന ട്രാൻസാക്ഷൻ അടുത്ത ബ്ലോക്ക് ആയിരിക്കും. അങ്ങനെ അങ്ങനെ എല്ലാവരും ചെയ്യുന്ന ട്രാൻസാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു സ്റ്റാക്ക് ആണ് ആക്ച്വലി ഒരു ബ്ലോക്ക്. ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ആയ ഒരു ബ്ലോക്കിന് ഒരു ഹാഷും വരും. അപ്പൊ ആക്ച്വലി നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു ബണ്ടിൽ ഓഫ് ട്രാൻസാക്ഷൻസ് ചെയ്തു, അത് അയാൾ റിസീവ് ആയി, അതൊരു ബ്ലോക്ക് ആയി കഴിഞ്ഞു. ഇപ്പം ആരാണ് ലോങ്സ്റ്റ് ചെയിൻ, അതായത് ആരാ ഏറ്റവും കൂടുതൽ ബ്ലോക്സ് ആഡ് ചെയ്യുന്നത്, അതായിരിക്കും ബാക്കി എല്ലാവരും എടുക്കുക. ഇപ്പം ഞാനൊരു ഐഡിയ പറയാം. 10 പേരുണ്ടായിരുന്നു ഒരു നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. പിന്നെ 2 പേര് ഒബ്വിയസ്ലി ഇപ്പം ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്, അവർ ഓഫ്ലൈൻ പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പവർ കട്ട് ഉണ്ടായിട്ട് അവർ കുറച്ച് സമയം കമ്പ്യൂട്ടർ ഓഫ് ആയതിനു ശേഷം അപ്പം ആര് വാലിഡേറ്റ് ചെയ്യുന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. ഇപ്പം അത് പോയി 10 പേര് കുറഞ്ഞു, ഇപ്പം 7 പേരായി. 7 പേരായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെയും കുറച്ച് സമയം കുറച്ച് ട്രാൻസാക്ഷനുള്ള ശേഷം ബാക്കി 3 പേരും കൂടി തിരിച്ചു വന്നു, പിന്നെയും 10 പേരായി. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഓരോ സമയത്തും നമ്മളെ അറിയാ സിസ്റ്റം അപ്ഡേറ്റ് ആവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ആ നെറ്റ്വർക്കിന്റെ അകത്ത് ആരുടെ കയ്യിലാണോ ലോങ്സ്റ്റ് ചെയിൻ ഉള്ളത്
അപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ സമയത്ത് ലൈവായിട്ട് ആ നെറ്റ്വർക്കിലുള്ളത് അവരുടെ നെറ്റ്വർക്ക് ചെയിനാണ്, അതായത് അവരുടെ ബ്ലോക്ക് ചെയിൻ ആണ് ബാക്കി എല്ലാവരും കോപ്പി ചെയ്യുക. ഇപ്പം എൻ്റെ കയ്യിൽ 2 ബ്ലോക്കേ ഉള്ളൂ. 2 ബ്ലോക്ക് കഴിഞ്ഞ സമയത്ത് എൻ്റെ 3ാമത്തെ ബ്ലോക്ക് പകുതിയായ സമയത്ത് ഞാൻ ഓഫായി. അപ്പൊ ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ വേറെ ആളുടെ ഏറ്റവും ലോങ്സ്റ്റ് ചെയിനുള്ള ആളുടെ ബ്ലോക്ക് ആയിരിക്കും നമ്മൾ എടുക്കുക. അങ്ങനെയാണ് ആ ബ്ലോക്ക് ചെയിൻ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഓരോ ബ്ലോക്കിനും ഒരു ഹാഷ് ഉണ്ടാവും. ഫസ്റ്റ് ബ്ലോക്കിന് ഒരു ഹാഷ് ഉണ്ട്, സെക്കൻഡ് ബ്ലോക്കിനും ഹാഷ് ഉണ്ടാവും. അപ്പോൾ സെക്കൻഡ് ബ്ലോക്ക് ഈ ഫസ്റ്റ് ബ്ലോക്ക് ഏതാണ് റിവേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ സെക്കൻഡ് ബ്ലോക്കിന്റെ അകത്ത് നമ്മൾ പ്രീവിയസ് ബ്ലോക്ക് ഏതാന്നുള്ള രീതിയിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് റിവേഴ്സ് ചെക്ക് ചെയ്യാം. അതേപോലെ നമുക്ക് ഫ്യൂച്ചറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത തേർഡ് ബ്ലോക്ക് എന്ന് വിചാരിച്ചു, അതിന് നമുക്ക് സെക്കൻഡ് ബ്ലോക്ക് വെച്ച് ഐഡന്റിഫൈ ചെയ്യാം. ഇത് ചെയ്തതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ, ഇപ്പം ഒരു വൺ ഫൈൻ മോർണിംഗ് ഒരു ഹാക്കർ വന്നിട്ട് നമ്മളെ നെറ്റ്വർക്ക് ഡിസ്റപ്റ്റ് ചെയ്തു, കുറെ DDoS സെറ്റൊക്കെ നടത്തി. പിന്നെ അയാൾ കുറച്ച് ട്രാൻസാക്ഷൻസ് വെറുതെ നടത്തി. അതായത് ഇപ്പം അപ്പം എന്താ പറയാ, എൻ്റെ കുറച്ച് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് മായ്ച്ചു കളയാൻ വേണ്ടി നോക്കി. ഇപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ ആരും ഓൺലൈൻ ഇല്ലാന്ന് വിചാരിച്ചു, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ വേറെ ആർക്കും അറ്റാക്കറിന് വന്നിട്ട് ഡാറ്റ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് സെക്കൻഡ് ബ്ലോക്കിൽ ഒരു എന്താ പറയാ ട്രാൻസാക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ എനിക്ക് ഇപ്പം ഈ ഇതിൽ എന്ത് ചേഞ്ച് വന്നാലും, ഇപ്പൊ ഒരു മൈനർ ചേഞ്ച് വന്നാലും ഈ ബ്ലോക്കിന്റെ ഹാഷിന്റെ വാല്യൂ മാറും. സെക്കൻഡ് ബ്ലോക്കിന്റെ ഈ സെക്കൻഡ് ബ്ലോക്ക് ആരുടെ ഇല്ലാതാവും. അതായത് ഒരു മെമ്പർ, ഇപ്പൊ ഒരു 10 മെമ്പറിന്റെ അകത്ത് ഏതെങ്കിലും ഒരു മെമ്പറിന്റെ സെക്കൻഡ് ബ്ലോക്ക് എടുത്തിട്ട് എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ പിന്നെ ഈ ബ്ലോക്ക് ചെയിൻ അല്ലാണ്ടാവും. ഇതിന്റെ ഹാഷ് മാറിയാൽ ഇതുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാവില്ല. പിന്നെ അങ്ങോട്ട് ഇതിന്റെ മുന്നേ ഉള്ള ഒരു ട്രാൻസാക്ഷനുമായിട്ട് ഒരു കണക്ഷനും ഉണ്ടാവില്ല, ബാക്കിലോട്ടേക്കും ഒന്നും ഉണ്ടാവില്ല. അപ്പം അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഇപ്പം ഇയാള് ഇപ്പം 10 പേരിൽ ഓരോ ആളുടെ ട്രാൻസാക്ഷനിലും കയറി ഒരു ബ്ലോക്ക് ചൂസ് ചെയ്ത് ആ ബ്ലോക്കിന്റെ അകത്ത് ട്രാൻസാക്ഷൻ ഉള്ളിൽ ഉറപ്പിച്ചിട്ട് ആ ട്രാൻസാക്ഷൻ മാറ്റുമ്പോൾ ആ ബ്ലോക്ക് മാറും. അപ്പൊ ഇതിനങ്ങോട്ടുള്ള എല്ലാ ബ്ലോക്കും റീപ്ലിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഓരോ ആളുടെ നെറ്റ്വർക്കിൽ കയറിയിട്ടും ഇത് അങ്ങനെ അയാളുടെ ബ്ലോക്ക് ചെയിൻ മൊത്തം ചേഞ്ച് ചെയ്യുന്നതിന് കാരണം അതിൽ നല്ലത് ഉടായ്പ കാണിക്കാതിരിക്കുന്നതാണ്. അപ്പം ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് മാറ്റാൻ. അതുകൊണ്ട് ഇതിന് ടാമ്പർ പ്രൂഫ് എന്ന് പറയുന്നു. ടാമ്പർ പ്രൂഫ് എന്ന് പറയുന്നത് ഈ ഇന്നത്തെ സിനാരിയോയിൽ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറും അങ്ങനത്തെ കാര്യങ്ങളും വന്നാലും ബ്ലോക്ക് ചെയിൻ ടാമ്പർ ചെയ്തിട്ട് ഡാറ്റ മാറ്റാന്നുള്ള കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും സെക്യൂർ എന്ന ആൾക്കാർ ഗവൺമെന്റ് അടക്കം അഡാപ്റ്റ് ചെയ്യാനുള്ള കാരണം. പിന്നെ ഓക്കെ, അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് എന്നിട്ട് നമുക്ക് ബാക്കി മുന്നോട്ട് പോകാം. അപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്ത പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അതെന്താന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. ഇല്ലെങ്കിൽ ബെസ്റ്റ് എന്ന് വെച്ചാൽ ബേസിക് കാര്യങ്ങൾ ഗ്രാഫിക്കലി നിങ്ങളെ ഒരു വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുന്നതാണുള്ളത്. പിന്നെ ഇങ്ങനെയുള്ള ഇനി നമുക്ക് പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഒരു എന്തിനാ ഇത് ഞാൻ കേൾക്കുന്നതിനോട് തോന്നൽ വരും. അതുകൊണ്ടാണ് ഞാൻ അത് പറയാതെ കുറച്ചും കൂടി ഓഫ് ടോപ്പിക് ആയിട്ട് ഇങ്ങനെ തൊടാന്ന് പറയുന്നു. അപ്പം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചാറ്റിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ നമുക്കത് പോവാം. ഓക്കെ, നൈസ് ക്വസ്റ്റ്യൻ. അപ്പം എന്താ പറയാ, DLT ബിറ്റ് കോയിൻ എന്നൊക്കെ പറയുമ്പം ഇപ്പം ബിറ്റ് കോയിനിൽ യൂസ് ചെയ്യുന്ന എന്താ പറയാ, ബിറ്റ് കോയിനിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജി അതാണ് ബ്ലോക്ക് ചെയിൻ. അത് പറയാ DLT എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. അതാ ഇപ്പൊ എന്താ പറയാ, ഓക്കെ ഇപ്പൊ നമ്മളെ ഒരു ഇതുണ്ട് സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സ്മാർട്ട് ഫോൺ ഒക്കെ ആക്ച്വലി നമ്മൾ എന്താ പറയുന്നത്, അതൊരു ജനറലൈസ്ഡ് നെയിമാണ്. ഇപ്പം
അതിന് പലതരം സ്മാർട്ട് ഫോൺ ഉണ്ട്. പല സ്മാർട്ട് ഫോണിനും പല ഫീച്ചേഴ്സ് ആയിരിക്കും. പല രീതിയിലായിരിക്കും ബെസ്റ്റ് ആയിരിക്കും. ഇപ്പം ചിലതിന് ക്യാമറ അടിപൊളിയായിരിക്കും, ചിലതിന് പ്രോസസിങ് അടിപൊളിയായിരിക്കും. അതേപോലെയാണ് DLT ബ്ലോക്ക് ചെയിൻ. ഇപ്പം DLT ക്യാൻ ബി കമ്പയർഡ് ആസ് എ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞ ഒരു ജനറൽ ടേം ആണ്. അപ്പം അതിന്റെ അകത്ത് വരുന്ന ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് DLT ആണ് ബ്ലോക്ക് ചെയിൻ. അതായത് ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യുന്ന DLTന്റെ അകത്ത് ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യുന്നത് പ്രൂഫ് ഓഫ് വർക്ക് ആണ്. പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറയുമ്പോൾ കൂട്ടത്തില് ആ നെറ്റ്വർക്കിൽ എല്ലാവരും വാലിഡേറ്റ് ചെയ്യാൻ നോക്കും. വാലിഡേറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും അടുത്ത് കിട്ടുന്ന നോൺസ് വാല്യൂ ബെസ്റ്റ് എന്ന് കണ്ടിട്ട് ആ വാല്യൂവിന് എടുക്കും. അതാണ് ബ്ലോക്ക് ചെയിൻ ചെയ്യുന്നത്. ഇപ്പം ഒരു വാലിഡേഷനും ഇല്ലാണ്ട് നമ്മൾ ഇത്രയും കാലം ആ നെറ്റ്വർക്കിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് കൺസിഡർ ചെയ്തിട്ട് പ്രൂഫ് ഓഫ് സ്റ്റേക്ക് എന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും റിസോഴ്സസ് ഉണ്ട് ഈ നെറ്റ്വർക്കിന്റെ അകത്ത് എന്നുള്ള കാരണം കൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ് കറക്റ്റ് എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ ഉണ്ട്. അതാണ് പ്രൂഫ് ഓഫ് സ്റ്റേക്ക് യൂസ് ചെയ്ത്. അപ്പം ഈ കൺസെൻസസ് മെത്തേഡ് മാറുമ്പോൾ, അത് ട്രാൻസാക്ഷൻ വാലിഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെത്തേഡ് മാറുമ്പോൾ പല ടൈപ്പ് DLTകൾ ഉണ്ടാവും. ഇപ്പം അതിന്റെ ഒരു ടൈപ്പ് ഓഫ് കൺസെൻസസ് യൂസ് ചെയ്തിട്ട് ഒരു ടൈപ്പ് ഓഫ് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വാലിഡേറ്റ് ചെയ്യുന്നുള്ള നെറ്റ്വർക്ക് സംഭവം ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് ബ്ലോക്ക് ചെയിൻ. അപ്പം ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിനെക്കാളും ബെറ്റർ കൺസെൻസസ് മെത്തേഡ് കൊണ്ടുവരുന്നവർ അവരുണ്ടെങ്കിൽ അവര് ഒരു ബ്ലോക്ക് ചെയിൻ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പൊ കേരള ചെയിൻ എന്ന് പേരിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ സാധനം. ഇപ്പം അയോട്ട എന്ന് പറയുന്നത് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കിട്ടും. അയോട്ട എന്ന് പറയുന്നത് ഒരു യൂസ് ചെയ്യുന്ന വേറെ തന്നെയാണ്. അവർ ഈ ഫുൾ നോഡ്, ഹാഫ് നോഡ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം യൂസ് ചെയ്യുന്നു. അത് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കോംപ്ലക്സ് ആവും. അപ്പം അതിനൊരിക്കും ബ്ലോക്ക് ചെയിൻ എന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് നോട്ട് എ ബ്ലോക്ക് ചെയിൻ. അത് ഒരു DLT ആണ്. അവർ യൂസ് ചെയ്യുന്നത് കൺസെൻസസ് ഒന്നുമല്ല. അവരെ പ്രീവിയസ് ടു ട്രാൻസാക്ഷൻ വാലിഡേറ്റ് ചെയ്തിട്ട് എത്രത്തോളം കറക്റ്റ് ആയിരുന്നു, അങ്ങനെയങ്ങ് എന്റെ അടുത്ത ട്രാൻസാക്ഷൻ ഓട്ടോമാറ്റിക്കലി വാലിഡേറ്റഡ് ആണ്. അപ്പൊ അത് അത്രയും ഫാസ്റ്റ് ആണ്. ഈ അയോട്ട യൂസ് ചെയ്യുന്നത് റിസോഴ്സ് ഇന്റൻസീവ് അല്ലാത്ത ഇതുണ്ടാവും, സിസ്റ്റംസ് ഉണ്ടാവും. എന്താ പറയാ, IoT ഡിവൈസസ് ഉണ്ടാവും. ഒരു പാടത്ത് ഒരു 10 IoT ഡിവൈസ് ഉണ്ടാവും. ഇപ്പം നമ്മള് അവിടുത്തെ മിനറൽസിന്റെ ഡാറ്റ MQTT വഴി സെർവറിലേക്ക് അയക്കുന്ന ഓരോ സിസ്റ്റം ഒക്കെ ഉണ്ട്. അവരൊക്കെയാണ് ഈ റിസോഴ്സ് ഇന്റൻസീവ് അല്ലാത്ത കാര്യങ്ങൾ ഇപ്പം ഇന്റേണൽ നെറ്റ്വർക്കിലേക്ക് യൂസ് ചെയ്യാനാണ് അയോട്ട യൂസ് ചെയ്യുന്നത്. അപ്പം സെൻസർ ഡാറ്റ എന്ന് പറയുന്നത് നല്ല വാല്യൂ ഉള്ള ഒരു സാധനം. അപ്പൊ നമ്മളെ ഈ ഫോണിലെ യൂസർ ഡാറ്റനെ കാട്ടി വാല്യൂ ഉണ്ട് സെൻസർ ഡാറ്റേനെ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളെല്ലാം സെക്യൂർ ആയിട്ട് സ്റ്റോർ ചെയ്യാനും ടാമ്പർ ചെയ്യാണ്ട് സെർവറിൽ എത്തിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനം അയോട്ട. അത് ബ്ലോക്ക് ചെയിൻ അല്ല, പക്ഷെ ബ്ലോക്ക് ചെയിനേക്കാളും ആ ഒരു നെറ്റ്വർക്കിന് അതാണ് ബെസ്റ്റ്. അതേപോലെ ബ്ലോക്ക് ചെയിൻ നമുക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് ഇപ്പം ഹ്യൂമൻസ് ഇന്ററാക്ട് ചെയ്യുന്ന, അതായത് ട്രസ്റ്റ് ഇല്ലാത്ത കുറെ ഓർഗനൈസേഷൻ അത് പരസ്പരം വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ള കുറെ കാര്യങ്ങളിലാണ് ബ്ലോക്ക് ചെയിൻ യൂസ്ഫുൾ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പം ഗവൺമെന്റിന്റെ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാല്, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സൈബർ സെക്യൂരിറ്റി ടീം ആയതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന വെച്ചാല്, എന്താ പറയാ, ഇവരൊരു പ്രൊജക്ട് ഡിസൈഡ് ചെയ്തിട്ട് നമുക്ക് അതൊരു ടെൻഡർ തന്നു കഴിഞ്ഞാല് നമ്മളത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് അവർ ആക്ച്വലി അതുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. ഈ കുറച്ചും കൂടി ഇപ്പം ഒരു നേവി ആയാലോ ഒരു ആർമി ആയാലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ വെച്ചിട്ടാണെങ്കിൽ അപ്പം നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും അവരതിനെ പിന്നെ ഫുൾ മാറ്റും. നമ്മൾ കീ സൈസ് 512 ബിറ്റ് ഒരു ടൈപ്പ് കീ ആണെന്ന് വെച്ചിട്ടാണ് നമ്മളെ യൂസർ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യുന്നൊക്കെയാണ്. അവർ മാറ്റിയിട്ട് അതിനേക്കാളും വലിയത് എന്തെങ്കിലുമൊക്കെ മാറ്റിയിട്ടാണ് ചെയ്യുക. അപ്പം നമുക്ക് തന്നെ ഐഡന്റിഫൈ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്ത കോഡാണല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ബാക്കി അധിക ഗവൺമെന്റ് പ്രൊജക്ട്സ് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സാധനം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവരെ ഹോസ്റ്റ് ചെയ്യുന്നത് അവരുടെ തന്നെ ഒരു നെറ്റ്വർക്കിൽ, അവരെ തന്നെ സെർവറിൽ, പിന്നെ അവർ തന്നെ വെച്ചാൽ അവർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അവർ തന്നെ ഒരു കോൺട്രാക്ട് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സിസ്റ്റം ആയിരിക്കും. അധികം സ്റ്റാർട്ടപ്സിനും പിന്നെ TCS അങ്ങനത്തേനൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ അത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്കായിട്ടൊരു ബന്ധമില്ല എന്നുള്ള രീതിയിലാക്കി വെക്കും. TCS പോലത്തെ ഒരു കമ്പനിക്ക് അവർ ആക്ച്വലി ഇതിനൊരു സെർവർ ക്ലയന്റ് നെറ്റ്വർക്ക് ഇതിൽ കാര്യമായിട്ട് വരുന്നില്ല. മൾട്ടിപ്പിൾ സെർവേഴ്സ്, അതിന്റെ ഓരോ സെർവറിനും അതിന്റെ അപ്പുറത്തും ക്ലയന്റ് എന്ന് പറയാം. ചിലപ്പോൾ സെർവർ എന്ന് പറയാം, മൾട്ടിപ്പിൾ നോഡ്സ് വേണമെങ്കിൽ പറയാം. ഒരു സെർവറിനെ നമുക്ക് ഒരു നോഡ് എന്ന് വിളിക്കാം. ആ ട്രാൻസാക്ഷൻ എല്ലാം കോപ്പിയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അതേപോലത്തെ ഒരു 10 സെർവറും കൂടി ഉണ്ടെങ്കിൽ അതിന് ഒരു നെറ്റ്വർക്ക് ആക്കാൻ പറ്റും. നെറ്റ്വർക്ക് അല്ലെങ്കിൽ വെറുതെ സെർവർ ക്ലയന്റ് കണക്ഷൻ ആണെങ്കിൽ ഒരിക്കലും സെക്യൂർ അല്ല. കാരണം ആ സെർവറിൽ മാത്രം കുറച്ച് ചെയിനിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഓക്കെ ഇല്ലേ.
ഒരു ടാമ്പർ ആയില്ലേ നിങ്ങൾ 20 പേരും. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഒറ്റൊരു കമ്പനിക്ക് ഇപ്പം TCSന് കൊടുക്കുന്ന പോലെ തന്നെ വേറെ 10 കമ്പനിക്കും കൂടി കൊടുത്തിട്ട് അത് പ്രൊജക്റ്റ് ഓൺ ആക്കും. സെർവറിന്റെ അല്ലെങ്കിൽ നോഡിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് വിവരം കൂടുന്നതിനനുസരിച്ച് ചായയുടെ മധുരം കൂടുന്നൊക്കെ പറയുന്ന പോലെ സെർവറിന്റെ എണ്ണം കൂടുമ്പോൾ സെക്യൂരിറ്റി കൂടും. ആൻഡ് എക്സാക്ട്ലി മീൻ ബിറ്റ്കോയിൻ മൈനിങ് ഹാഷസ് ആൻഡ് ബ്ലോക്സ്. ഓക്കെ, ബിറ്റ്കോയിൻ മൈനിങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇപ്പം ഞാനൊരു ട്രാൻസാക്ഷൻ നടത്തും, ഞാനിപ്പോൾ രൂപനായിട്ട് ട്രാൻസാക്ഷൻ നടത്തും. അപ്പോൾ ട്രാൻസാക്ഷൻ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ട്രാൻസാക്ഷനകത്ത് കുറച്ച് വാല്യൂസ് ഉണ്ടാവും. ഇപ്പം രൂപന്റെ ID, എൻ്റെ ID, ആ ട്രാൻസാക്ഷൻ്റെ ID, പിന്നെ നോൺസ് വാല്യൂ ഉണ്ടാവും. നോൺസ് വാല്യൂ എന്നൊക്കെ ജനറലി ക്രിയേറ്റ് ചെയ്യുന്നത് ആ ടൈം സ്റ്റാമ്പിന് ഒരു ടൈം സ്റ്റാമ്പ് പ്ലസ് ഒരു 659 എന്നൊക്കെ ഒരു നമ്പർ, ആ രണ്ട് നമ്പർ യൂസ് ചെയ്തിട്ട് ഒരു 256 SHA-3 256 വാല്യൂ ഉണ്ടാക്കും. SHA-3 SHA-2 ആണ് ആക്ച്വലി ഇപ്പം വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ളത്. SHA-3 256 ആണ് ഇപ്പം ബിറ്റ്കോയിൻ യൂസ് ചെയ്യാൻ തോന്നുന്നു, അറിയില്ല ആക്ച്വലി. ഓക്കെ, ഉറപ്പില്ല. അപ്പം അത് വെച്ചിട്ട് ഒരു നോൺസ് വാല്യൂ ക്രിയേറ്റ് ചെയ്യും ആ ട്രാൻസാക്ഷൻ, പക്ഷെ നോൺസ് വാല്യൂ ആയിരിക്കും കാണാൻ പറ്റില്ല. അപ്പം സിമിലർ ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കിട്ടിയ വാല്യൂസ്, അതായത് രണ്ട് യൂസറിന്റെ വാല്യൂ, ഇപ്പം യൂസർ ആരാന്ന് നമുക്ക് ആ വാല്യൂ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിലും ആ സംഭവം ചേഞ്ച് ആവില്ല. അപ്പൊ യൂസറിന്റെ ഇതും ട്രാൻസാക്ഷൻ IDയും വെച്ചിട്ട് നമ്മൾ ആ നോൺസ് വാല്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ യൂസറും ഓരോ കുറച്ച് ഓരോ പല ടൈപ്പ് നോൺസ് വാല്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ജനറേറ്റ് ചെയ്യാൻ നോക്കുന്ന പോലെ തന്നെ എല്ലാവരും ജനറേറ്റ് ചെയ്യാൻ നോക്കും. ഞാൻ നെറ്റ്വർക്കിന്റെ അകത്തുള്ള ആരാണ് ആ ഒറിജിനൽ നോൺസ് വാല്യൂവിന്റെ, അതായത് ആ ട്രാൻസാക്ഷന്റെ ഡാറ്റ ഒക്കെ വെച്ചിട്ട് അവര് ക്രിയേറ്റ് ചെയ്യുന്ന നോൺസ് വാല്യൂവിന് അടുത്ത് നിൽക്കുന്ന നോൺസ് വാല്യൂ ഏതാണോ അതാണ് ഞാൻ ഉണ്ടാക്കിയെങ്കിൽ ഞാനായിരിക്കും അത് വാലിഡേറ്റ് ചെയ്തത്. പക്ഷെ എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടാവും, എല്ലാവരും ട്രാൻസാക്ഷൻ കാണും. ഇതാണ് ഡിഫറൻസ്. അപ്പം ഞാൻ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ട്രാൻസാക്ഷൻ ഫീസിന്റെ ഒരു ഫീസ് എനിക്ക് കിട്ടും. അതാണ് ഇത്. അതാണ് ആ ഒരു മൊത്തം പ്രോസസ്സിന്റെ പേരാണ് മൈനിങ്. ഓക്കെ, ഇത് മൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ വാലിഡേറ്റഡ് ആയി. പിന്നെ ഇപ്പം ഞാനല്ലേ മൈൻ ചെയ്തത്, ഇപ്പൊ ഞാനായിരിക്കും ബാക്കി എല്ലാവർക്കും കോപ്പി കൊടുക്കുക. ആ കോപ്പി എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യും, അവരെ ബ്ലോക്കിലേക്ക് ആഡ് ചെയ്യും. അപ്പം അത് ആ ബ്ലോക്കിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോരാൾക്കും ഓരോ ബ്ലോക്ക് സൈസ് ആയിരിക്കും. ഇപ്പം ഞാൻ ഒരാളുടെ ട്രാൻസാക്ഷൻ വാലിഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വേറെ ആള് ഇത്ര ബ്ലോക്ക് വാലിഡേറ്റ് ചെയ്തു. ഇപ്പൊ ഒരാൾ തന്നെ വാലിഡേറ്റ് ചെയ്യുമ്പോൾ ബാക്കി എല്ലാവരും വെറുതെ ഇരിക്കണം എന്നല്ല. ഓക്കെ, എക്സാമ്പിൾ കോഡ് ആക്ച്വലി ഓക്കെ ട്രൈ ചെയ്യും. ഞാൻ കോഡൊന്നും ഇതുവരെ എടുത്തു വെച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഇത് വിസിബിൾ ആണോ? ക്ലാരിറ്റി ഉണ്ടോ? ഓക്കെ, ഫൈൻ. അപ്പം ഇപ്പൊ കാണുന്നത് ഒരാള് സാമ്പിൾ ഗോലാംഗ് വെച്ചിട്ട് ഒരു ബ്ലോക്ക് ചെയിൻ പോലെ സിമുലേറ്റ് ചെയ്യാൻ നോക്കിയതാണ്. അപ്പം ഇതില് പറയാ ആക്ച്വലി ഇതാണ് ഒരു ട്രാൻസാക്ഷൻ. ഇപ്പം ഇവിടെ മുതൽ ഇവിടെ വരെ ആണൊരു ട്രാൻസാക്ഷൻ എന്ന് പറയാം.
ബ്ലോക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഒരു മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ ഇങ്ങനെ ആഡ് ആയി കൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഒരു വാല്യൂ ആണ് ഇതൊക്കെ. അപ്പം ആക്ച്വലി ഇതുപോലെ അല്ല ഉണ്ടാവുക, പക്ഷെ ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞുതരാം. അപ്പം ഒരു ട്രാൻസാക്ഷൻ ആഡ് ആകുന്ന സമയത്ത് അതിന്റെ ടൈം സ്റ്റാമ്പ്, അതിന്റെ നോൺസ് വാല്യൂ, ഇത് രണ്ടും വെച്ചിട്ടാണ് ഒരു ഹാഷ് ക്രിയേറ്റ് ചെയ്യുക. ഈ ഹാഷിനോട് അടുത്ത് നിൽക്കുന്ന ഹാഷ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നോൺസ് വാല്യൂ ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് ബാക്കി എല്ലാവരും ഒരു ഹാഷ് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. ഇത് ആക്ച്വലി ഓക്കെ ഫൈൻ. അപ്പം അപ്പം എന്താ പറയാ, 10 പേര് മൈൻ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു. 10 പേരിൽ ഫ്രീ ആയിട്ടുള്ള ഒരു 5 പേരായിരിക്കും ഇത് ആക്ച്വലി മൈൻ ചെയ്യുന്നുണ്ടാവുക. ബാക്കി എല്ലാവരും വെറുതെ നോൺസ് വാല്യൂ ഇട്ടിട്ട് ഒരു ട്രാൻസാക്ഷൻ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. അപ്പൊ ആരാണോ ഈ നോൺസ് വാല്യൂ ഇങ്ങനത്തെ എക്സാക്ട്ലി ഈ നോൺസ് വാല്യൂ വെച്ചിട്ട് ഈ ടൈം സ്റ്റാമ്പ് ഇതേപോലെ വെച്ചിട്ട് ഒരു സാധനം ചെയ്യുന്നു, അതിനെന്ന് വെച്ചാൽ ഒരു കണ്ടുപിടിക്കാൻ രീതിയൊന്നുമില്ല. ജസ്റ്റ് ട്രയൽ ആൻഡ് എറർ പോലെ ഒരുപാട് ട്രാൻസാക്ഷന്റെ വാല്യൂ വെച്ചിട്ട് ഒരുപാട് നോൺസ് വാല്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ജനറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ഇതിനുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. അതുകൊണ്ടാണ് ഇതിന്റെ റിസോഴ്സ് ഇന്റൻസീവ് ആയിട്ടാണ് ഇങ്ങനെ മൈനിങ്ങിനെ കാണുന്നത്. ഇപ്പം ഒരുപാട് വലിയ GPU ഒക്കെ വെച്ചിട്ടാണല്ലോ സാധാരണ മൈനിങ്ങിന് ആൾക്കാർ ഇരിക്കുക. അപ്പോൾ ഇതാണ് പ്രശ്നം. നെറ്റ്വർക്കിന്റെ സൈസ് കൂടുന്തോറും ഇത് ഒരുപാട് നോൺസ് വാല്യൂ ഇപ്പം 17 ഒന്നും ആയിരിക്കൂല, ഒരു നോൺസ് വാല്യൂ ഒരുപാടായിരിക്കും. അപ്പം 0 to ആ നമ്പർ വരെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും പല ടൈം സ്റ്റാമ്പും വെച്ചിട്ട്. അപ്പൊ ആരാണോ ഈ നോൺസ് പറയാ ഈ ഹാഷുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു വാല്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അടുത്ത് നിൽക്കുന്ന വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് മാച്ച് ആയെങ്കിൽ അയാൾ ഇത് വാലിഡേറ്റ് ചെയ്തു. അപ്പം ഇന്നൊരു സമയത്ത് ഇന്നൊരു ട്രാൻസാക്ഷൻ നടത്തുന്നു, അയാൾ പറയാ മൈനർ ഇത് വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ സമയത്ത് അയാളുടെ അടുത്തായിരിക്കും പിന്നെ ഈ ട്രാൻസാക്ഷൻ വാലിഡേറ്റ് ചെയ്തതിന്റെ പ്രൂഫ് ഉണ്ടാവുക. അയാളെ പ്രൂഫ് എല്ലാ നെറ്റ്വർക്കിലെ ബാക്കി എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യും. പിന്നെ ആ ട്രാൻസാക്ഷൻ വാലിഡേറ്റ് ആയി അടുത്തേക്ക് പോകും. ആ രീതിയിലാണ് പോകും. അപ്പം ഇതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ അത് കുറച്ചും കൂടി ഗ്രാഫിക്കലായിട്ട് കാണിക്കേണ്ടി വരും. ഓക്കെ ഓക്കെ ക്വസ്റ്റ്യൻസ്? ഓക്കെ, ഞാൻ എന്നാ അടുത്ത ടോപ്പിക്കിൽ പറയാം. ഞാൻ പറയാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഫഞ്ചിബിൾ ടോക്കൺ, നോൺ ഫഞ്ചിബിൾ ടോക്കൺ. ഈ സംഭവം നിങ്ങൾ ഇപ്പം കേട്ടിട്ടില്ലെങ്കിലും ഇനി അങ്ങോട്ട് നിങ്ങൾ ബ്ലോക്ക് ചെയിൻ കുറച്ച് കാര്യമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ കേൾക്കാൻ ഒരുപാട് ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ഈ ഫഞ്ചിബിൾ, നോൺ ഫഞ്ചിബിൾ ടോക്കൺസ്. ഇത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രിപ്റ്റോ കറൻസി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ കറൻസി. ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ PK സിനിമയിൽ ഒരു ഗാന്ധിജിന്റെ ഫോട്ടോ കണ്ടിട്ട്, ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ റിപ്ലൈ ചെയ്യാം. അപ്പോൾ ഗാന്ധിജിന്റെ ഫോട്ടോ കണ്ടിട്ട് ഒരാൾ ക്യാരറ്റ് തരുന്ന കണ്ടിട്ട് പിന്നെ ഗാന്ധിജിന്റെ ഫോട്ടോ എവിടെ നിന്നൊക്കെ ഒപ്പിച്ചിട്ട് കൊടുത്തിട്ട് പക്ഷെ ഇത് എടുക്കൂല എന്ന് പറയുന്നില്ലേ. അപ്പം സംഭവം ഗാന്ധിജിന്റെ ഫോട്ടോ ആണെങ്കിലും റിസർവ് ബാങ്ക് ഇഷ്യൂ ചെയ്ത നോട്ടല്ല, അതുകൊണ്ട് നമ്മൾ എടുക്കൂല. അതാണ് ഫഞ്ചിബിൾ ടോക്കൺ, നോൺ ഫഞ്ചിബിൾ ടോക്കൺ. അപ്പം എന്താ പറയാ, സെയിം ആയിരിക്കൂല. ഇതേ ടോക്കൺ തന്നെ, ഇതൊരു എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ടോക്കൺ ആയിരിക്കില്ല. പക്ഷെ ആ ടോക്കന്റെ അകത്ത് കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടാവും. ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ഒരു കാര്യത്തിനെ എൻകോഡ് ചെയ്യാം. എന്താ പറയാ, ഇപ്പൊ ഞാൻ രൂപന് മെസ്സേജ് അയച്ചു, എന്താ പറയാ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, രൂപന് ഒരു സീക്രട്ട് ഷെയർ ചെയ്തു. ആ സംഭവം നമുക്കൊരു ടോക്കൺ ആയിട്ട് വേണമെങ്കിൽ നെറ്റ്വർക്കിൽ ഇട്ട് വെക്കാം. അതിനെയാണ് നമുക്ക് നോൺ ഫഞ്ചിബിൾ ടോക്കൺ എന്ന് പറയുക. ആ ടോക്കണിനെ കൊണ്ട് പറയാ അതിനെ വാലിഡേറ്റ് ചെയ്യുന്നവർക്ക് ഒന്നും കിട്ടാനില്ല. പക്ഷെ അത് അവിടെ ബ്ലോക്ക് ചെയിനിൽ ഉണ്ടാവും, അത് അവിടെ സ്റ്റോർ ആയിട്ടുണ്ടാവും. അപ്പം ഇതിന്റെ ഒരു റെലവൻസ് എപ്പോഴെന്ന് വെച്ചാൽ ഈ സമയത്ത് നമ്മൾ ക്രിപ്റ്റോ കറൻസി മാത്രം കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിനെ കൊണ്ടൊരു റിലവൻസ് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഇനി ഫ്യൂച്ചറിൽ അങ്ങോട്ട് ഇപ്പൊ നമ്മൾ ഒരു ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വിചാരിച്ചോ. ഇപ്പൊ വാലറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ എന്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ ഒരു സെർവറിൽ ഉണ്ടാവും, ആ സെർവറിന് അങ്ങനെയല്ല. ബ്ലോക്ക് ചെയിന്റെ അകത്ത് തന്നെ ഞാൻ ബ്ലോക്ക് ചെയിനിൽ ചെയ്ത ട്രാൻസാക്ഷൻസ് ഉള്ള ഒരു വാലറ്റ്, എന്താ പറയാ, വേറെ ആയിരിക്കും കാണാൻ പറ്റില്ല. പക്ഷെ എന്റെ ട്രാൻസാക്ഷൻസ് എല്ലാം ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു വാലറ്റ് പോലെ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ അത് നോൺ ഫഞ്ചിബിൾ ടോക്കൺ വെച്ചിട്ട് ചെയ്യാം. ഇപ്പം ഒരു വാല്യൂ ഒന്നും ഇല്ലാതെ, പെർട്ടിക്കുലർലി ഒരു വാല്യൂ ഒന്നും ഇല്ലാത്ത ടോക്കൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ടോക്കന്റെ അകത്തേക്ക് നമ്മൾ ചെയ്ത മുന്നേ വാല്യൂ ഉള്ള എല്ലാ ട്രാൻസാക്ഷൻസും അപ്പൻഡ് ചെയ്യുന്നു വിചാരിച്ചോ. അപ്പൊ നമുക്ക് നമ്മൾ ചെയ്ത ട്രാൻസാക്ഷൻസ് എന്താ നമുക്ക് ഈസിലി ക്വറി ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്കൊരു യൂസർ ID ഉണ്ടെന്ന് വിചാരിച്ചോ, അതാണ് ഒരു നോൺ ഫഞ്ചിബിൾ ടോക്കൺ. അപ്പം അങ്ങനത്തെ ഒരു പേഴ്സണൽ, അപ്പൊ ഒരു പേഴ്സൺ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഇപ്പൊ എനിക്കൊരു സ്ഥലം ഉണ്ടെന്ന് വിചാരിച്ചു ഒരു നാട്ടില്.
ആ സ്ഥലം എനിക്കത് എൻക്രിപ്റ്റ് എനിക്ക് എൻ്റെ സ്ഥലം അത് മറ്റുള്ളവർക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഞാൻ എൻ്റെ സ്ഥലം ഉള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ഞാൻ എൻ്റെ വില്ലേജ് ഓഫീസായിട്ട്, അതൊരു നോഡാന്ന് വിചാരിച്ചു, വില്ലേജ് ഓഫീസർ നോഡ്, വേറെ ഓഫീസ് ഉണ്ടെങ്കിൽ അതൊരു നോഡ്, ഈ നോഡൊക്കെ വാലിഡേറ്റ് ചെയ്യുന്ന, എൻ്റെ സ്ഥലമാണെന്ന് വാലിഡേറ്റ് ചെയ്യുന്ന ഒരു മോണിറ്ററി റിലവൻസ് ഇല്ലാത്തൊരു ട്രാൻസാക്ഷനെയാണ് നോൺ ഫഞ്ചിബിൾ ടോക്കൺ എന്ന് വിളിക്കുക. ഇപ്പൊ നമ്മൾ എത്തേറിയം എന്നൊക്കെ പറയുമല്ലോ, അതില് ഉള്ള അധിക ട്രാൻസാക്ഷൻസും നോൺ ഫഞ്ചിബിൾ, ഈ TS721 എന്നൊക്കെ പറയും, അതാണ് നോൺ ഫഞ്ചിബിൾ ടോക്കൺ. ഈ ഫഞ്ചിബിൾ ടോക്കൺ ആണ് ബിറ്റ് കോയിൻ. ബിറ്റ് കോയിൻ ട്രാൻസാക്ഷൻസ് എല്ലാം ഒരു ഫഞ്ചിബിൾ ആണ്. എന്താ പറയാ, അതിനൊരു മോണിറ്ററി വാല്യൂ ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾ കൊടുക്കണം, ഒരു ട്രാൻസാക്ഷൻ ഫീസ് ഒക്കെ കൊടുത്തിട്ട് അത് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഡിഫറൻസ് ആണ്. ഞാൻ ക്വസ്റ്റ്യനിലേക്ക് വരാം. When we buy a Bitcoin, what happens in blockchain? ഓക്കെ, അപ്പം ഓക്കെ, അപ്പം ഞാൻ ബിറ്റ് കോയിൻ വാങ്ങുകയാണെന്ന് വിചാരിച്ചോ. ഇപ്പൊ എനിക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പൊ നമ്മള് ഒരു ബിറ്റ് കോയിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് എക്സ്ചേഞ്ചിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ സാധാരണയായിട്ട് ഈ സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ളതും, അല്ലെങ്കിൽ ഇന്ത്യയിൽ അതില്ല, ഇന്ത്യയിൽ ബാൻഡ് ആയതുകൊണ്ട് ട്രേഡിംഗ് എക്സ്ചേഞ്ചുകളില്ല. ഈ ട്രേഡിംഗ് എക്സ്ചേഞ്ചുകളുടെ കയ്യിൽ നിന്നാണ് നമ്മൾ സാധാരണ ഈ ബിറ്റ് കോയിൻ വാങ്ങുക, ഈ എത്തേറിയം വാങ്ങുക, നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുന്ന രീതിയിലാണ് ഇത് വാങ്ങുന്നത്. അതുകൊണ്ടാണ് അതിന്റെ വാല്യൂ ഇങ്ങനെ കൂടുകയും ചെയ്യുന്നത്. അത് ആക്ച്വലി നമ്മുടെ നാട്ടിൽ നടക്കുന്ന നോർമൽ സാധനങ്ങൾ, ഒരു സാധാരണക്കാരന് എനിക്ക് സ്വന്തമായിട്ട് ഒരു 4 ബിറ്റ് കോയിൻ വാങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ട്രേഡിംഗ് എക്സ്ചേഞ്ച് വഴിയേ വാങ്ങാൻ പറ്റും. പക്ഷെ എനിക്ക് മൈനിങ് അറിയാം, എന്റെ കയ്യിൽ മൈൻ ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ട്, സാഹചര്യം ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ അത്യാവശ്യം ഗീക്ക് ആണെന്നുള്ള രീതിയിലാണെങ്കിൽ എനിക്ക് ഡയറക്റ്റ്ലി ഞാൻ ഒരു ബിറ്റ് കോയിൻ ഹാഷ് വെച്ചിട്ട്, എനിക്ക് ആ നെറ്റ്വർക്ക് കയറാൻ ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ സ്വന്തം ഒരു ഹാഷ് ജനറേറ്റ് ചെയ്താൽ മതി. അത് വെച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് ഒരു സിസ്റ്റം വെച്ചിട്ട് ട്രാൻസാക്ഷൻ വാലിഡേറ്റ് ചെയ്ത് ഞാൻ തന്നെ മൈൻ ഉണ്ടാക്കാം. പക്ഷെ ഒരു സമയമുണ്ട്, 2021 ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ട്രാൻസാക്ഷൻ വാലിഡേറ്റ് ചെയ്യുന്നതിന് വലിയ ഇതൊന്നും മോണിറ്ററി ബെനിഫിറ്റ്സ് ഒന്നും വരാനില്ല. കാരണം ഇപ്പൊ ഏതൊരു ബ്ലോക്ക് ചെയിനും ഇപ്പൊ ഇന്ത്യൻ കറൻസി ആവാം, ഇപ്പം ഗവൺമെന്റിന് എപ്പോഴും ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഒരു ടൈം എത്തുമ്പോൾ പ്രിന്റിങ് നിർത്തണം. എപ്പോഴാന്ന് വെച്ചാൽ ഒരുപാട് ഈ നെറ്റ്വർക്ക് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ അത്യാവശ്യമുള്ള ബിറ്റ് കോയിൻസ് നെറ്റ്വർക്കിൽ ഉണ്ട് എന്ന് അവർ തോന്നുമ്പോൾ ട്രാൻസാക്ഷനുള്ള പൈസ അവർ കുറക്കും. അപ്പൊ ഓരോ 2 കൊല്ലം 3 കൊല്ലം കൂടുമ്പോൾ ഈ ട്രാൻസാക്ഷന് കിട്ടുന്ന ഫീസ് കുറച്ച് കൊടുക്കുക. എന്നുവെച്ചാൽ ഇത്രയും മെമ്പേഴ്സ് ആയി, ഇത്രയും വാലിഡേറ്റ് ചെയ്യാൻ ആൾക്കാരായി. അപ്പം ഇപ്പൊ ഗൂഗിൾ പേയില് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നല്ലോ, മറ്റേ സ്റ്റിക്കർ പോലത്തെ ഇത് പൈസ കിട്ടുന്നില്ല, അതേപോലത്തെ കണ്ടാൽ മതി. അപ്പൊ ഒരുപാട് ആൾക്കാരാകുമ്പോൾ അവരും അത് നിർത്തും. അതേപോലെ ബ്ലോക്ക് ചെയിൻ തന്നെ ഈ ബിറ്റ് കോയിൻ ട്രാൻസാക്ഷൻ ഫീസ് ആയിട്ട് മൈനേഴ്സിന് കൊടുക്കുന്നത് നിർത്താൻ പോകണം. അപ്പൊ ഇനി ഉള്ള കോയിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്കണം, എന്നാലേ അതിന്റെ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പം വേർ ഡു വി ബൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ, ഒന്നെങ്കിൽ നമുക്ക് ട്രേഡിംഗ് എക്സ്ചേഞ്ച് വഴി നമുക്കൊരു അവര് വാങ്ങി അവരെന്നെ ട്രാൻസാക്ഷൻ അവരാണ് ഹാൻഡിൽ ചെയ്യുക, നമ്മൾ അതിന്റെ ഒരു ഓണർഷിപ്പ് എടുക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഞാനൊരു ഇത്ര പൈസ തരും, അത് വെച്ചിട്ട് അവർ ഇത്ര പൈസക്കുള്ള കോയിൻ വാങ്ങി വെക്കും, അവരവിടെ അത് വെക്കും, അത്രേ ഉള്ളൂ. അതിന്റെ വാല്യൂ കുറയുമ്പോൾ നമുക്ക് വാല്യൂ കുറഞ്ഞ് കിട്ടും. ഒരു സ്റ്റോക്ക് വാങ്ങുന്ന സ്റ്റോക്ക് ബ്രോക്കറിനെ പോലെ അവർ ട്രേഡിംഗ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് സിസ്റ്റം സെറ്റപ്പ് ചെയ്ത് നമുക്ക് ഫുൾ ഫ്ലെഡ്ജ്ഡ് മൈനിങ് നമുക്ക് തന്നെ, ഫുൾ നോഡ് എന്ന് പറയും, ഫുൾ നോഡ് വെച്ച് നമുക്ക് തന്നെ ചെയ്യാം. അതാണ് കുറച്ചും കൂടി പറയാ ഒരു ബെറ്റർ വേ ടു ഡു ഇറ്റ്. ഇതാണ് ഈ 2 വഴി വാങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ചോദിച്ചോ. നിങ്ങൾ ചോദിക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം, അല്ലെങ്കിൽ ഓക്കെ, വെയിറ്റ് എ സെക്കൻഡ്.
ഓക്കെ, ഇപ്പം ഓണർഷിപ്പ് ഇതേപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ തന്നെ സ്റ്റോർ ആകും. അതെന്ന് വെച്ചാൽ ഞാനൊരു പുതിയ മെമ്പർ ജോയിൻ, ഇപ്പം ഞാനിപ്പോൾ പുതിയൊരു ടോക്കൺ വെച്ചിട്ട് ഇപ്പം ഞാൻ സ്വന്തം ഷാ3 കീ വെച്ചിട്ട് ഞാൻ നെറ്റ്വർക്ക് കയറി കഴിഞ്ഞാൽ ഇവർക്ക് ഒരു സ്മാർട്ട് കോൺട്രാക്ട് ഉണ്ടാവുമല്ലോ. അപ്പം ഓരോ യൂസറും ഫോളോ ചെയ്യുന്ന ഒരു ഇതുണ്ടാവും. അത് ബേസ് ആയിട്ട് എനിക്കൊരു സ്മാർട്ട് കോൺട്രാക്ട് അസൈൻ ചെയ്യും, എനിക്കൊരു ഹാഷ് അസൈൻ ചെയ്യും, പിന്നെ എനിക്കത് വാലിഡേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ. ഇപ്പം ഇത്രയും ബ്ലോക്ക് ചെയിൻ കോംപ്ലക്സ് ആയിട്ട് ആൾക്കാർ കാണുന്നതിന് വേറൊരു കാരണം എന്ന് വെച്ചാൽ, നമ്മൾ മുന്നേ ഈ ഇന്റർനെറ്റ് വന്ന സമയത്ത് ഈ TCP/IP എന്ന് പറഞ്ഞ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അത് സ്റ്റാൻഡേർഡൈസ് ആയിട്ട് വന്നത്. അതേപോലെ തന്നെ ഇനി ഫ്യൂച്ചറിൽ ഈ നമ്മളെ അയക്കുന്ന ട്രാൻസാക്ഷൻസ്, അതായത് മോണിറ്ററി ആയിട്ട് നമുക്ക് ഇപ്പം എവിടെയൊക്കെ ട്രസ്റ്റ് കുറയുന്നു അവിടെയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വരുന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയിൻ ആയിരിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഈ TCP/IP ഞാൻ കടമെടുത്തതാണ്. ഞാൻ IISc ഒരു മീറ്റപ്പിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു പ്രൊഫസറിനോട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമായിരുന്നു. അപ്പം ഇന്ന് എങ്ങനെയാണ് നമ്മൾ TCP/IP എന്നുള്ളൊരു പ്രോട്ടോകോൾ, അതിപ്പം കാണുന്ന HTTP അല്ല, TCP/IP എന്നുള്ള പ്രോട്ടോകോളിനെ കാണുന്ന അതേ രീതിയിലായിരിക്കും നാളെ ഒരു 5 years ഫ്രം നൗ. കാരണം ഇപ്പം നമുക്ക് അത്ര സമയമൊന്നും വേണ്ടല്ലോ വലിയൊരു ചേഞ്ച് വരാൻ. അപ്പം 5 years ഫ്രം നൗ നമുക്കത് ബ്ലോക്ക് ചെയിൻ ഒരു സ്റ്റാൻഡേർഡ് സാധനമായിട്ട് നമുക്ക് ഉള്ള ട്രാൻസാക്ഷനിൽ കാണാൻ പറ്റും. ആ സമയത്തിനുള്ളിൽ ഇതിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. ഈ ഹൈപ്പർ ലെഡ്ജർ എന്നൊക്കെ പറയാലോ, അത് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫാബ്രിക് എന്നുള്ള ഒരു ഇതിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതെന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോൾ ആ ബ്ലോക്ക് ചെയിനുള്ള എല്ലാ മെമ്പേഴ്സിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റും. അതാണ് പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ. അപ്പം പുറത്തുനിന്ന് ഒരാൾക്ക് വരണ്ടെങ്കിൽ ഒരു ഐഡന്റിറ്റി മാനേജ്മെന്റ് ഒക്കെ അവരൊക്കെ തീരുമാനിച്ചിട്ട് അവരായിരിക്കും പുറത്തുനിന്ന് ഒരാളെ വരണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക. ഇതാണ് പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ. അങ്ങനെ ഒരു പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ എന്നുള്ള രീതിയിലാണ് ഫാബ്രിക് തുടങ്ങിയത്. ഇപ്പം അത് മാറി ഒരുപാട് പുതിയ ടൂളിലേക്ക്, ഈ ഓപ്പൺ സോഴ്സ് ടൂളിലേക്ക് അവർ മാറിയിട്ടുണ്ട്. അപ്പം ഈ TCP/IP ഇപ്പൊ എങ്ങനെ സ്റ്റാൻഡേർഡ് ആയി, അതേപോലെ ഒരു ടൈപ്പ് ഫയൽ ട്രാൻസ്ഫർ സ്റ്റാൻഡേർഡ് ആയ പോലെ ഒരു മോണിറ്ററി ഇത് ബെനിഫിറ്റ്സ് വരുന്ന ട്രാൻസാക്ഷൻ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇനി അത് വരും. അപ്പം ഞാൻ കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ട്, അത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, പിന്നെ നിങ്ങൾ ഒരു ഫ്യൂച്ചറിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് അഗ്നോസ്റ്റിക് ബ്ലോക്ക് ചെയിൻ എന്നൊക്കെ പറയും. അപ്പം ഇതിന്റെ ഒരു മെയിൻലി ഒരു യൂസ് ഇപ്പം നമ്മളൊരു കാണുന്ന ഒരു ഇതാണ്, ഇപ്പം ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഫണ്ടിങ് കിട്ടാൻ നല്ലൊരു വഴിയാണ്. അപ്പൊ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, അവര് പറയും ഇപ്പം നമ്മളിടുന്ന ഈ പ്രൈവസി പോളിസി മാനേജ് ചെയ്യാനും, പിന്നെ ഈ ലൈസൻസിങ് ഉണ്ടാവുമല്ലോ ഇപ്പം കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്, അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയിൻ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. പക്ഷെ അവര് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ദിസ് ഇസ് നോട്ട് എ വേ ടു ഡു ഇറ്റ്. ലൈക്ക് ഇപ്പം ഇനി ഞാനൊരു ബ്ലോക്ക് ചെയിൻ തുടങ്ങാം, അപ്പൊ അപ്പുറത്തിരിക്കുന്നവൻ പറയും ഓക്കെ ഞാനും തുടങ്ങാം ഒരു ബ്ലോക്ക് ചെയിൻ എന്നുള്ള രീതി തുടങ്ങി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, അതൊരു ഇന്റർ ഓപ്പറേറ്റബിലിറ്റി ഇല്ലെങ്കിൽ പിന്നെ ബ്ലോക്ക് ചെയിൻ അവിടെ റെലവൻസ് ഇല്ലാണ്ടാവും. അവിടെ ഒരു സെക്യൂർ എന്ന് പറഞ്ഞ ഫാക്ടർ വരുന്നില്ല. അപ്പം ഇനി ട്രെൻഡ് വരാൻ പോകുന്ന ഒരു സാധനം എന്ന് പറയുന്നത് അഗ്നോസ്റ്റിക് ബ്ലോക്ക് ചെയിൻ എന്ന് പറയും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്ന, ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു നെറ്റ്വർക്ക്. ഇപ്പൊ എന്താ പറയാ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഹൈപ്പർ എത്തേറിയത്തിൽ ഒരു ട്രാൻസാക്ഷൻ ചെയ്തു. ആ ട്രാൻസാക്ഷൻ എനിക്ക് ബിറ്റ്കോയിനിലുള്ള ഒരാൾക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നല്ലോ. അപ്പം ഈ ഒരു സിസ്റ്റം അതാണ് ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ വരാം. അപ്പം ഇതിന് കോമൺ ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരേ ഒരു കൺസെൻസസ് മെത്തേഡ് ആയിരിക്കും ഇനി അങ്ങോട്ട് വരാൻ പോകും. അപ്പൊ ഒരു പ്രൂഫ് ഓഫ് വർക്ക് എന്നുള്ള രീതിയിൽ മൈനിങ് എന്നുള്ള ഒരു സംഭവം ഇനി അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഉള്ള പോക്ക് പോയാൽ അങ്ങനെ ഉണ്ടാവുക. ഇപ്പം ഒരുപാട് പ്രൈവറ്റ് പ്ലെയേഴ്സ്, അതായത് വലിയ ഓർഗനൈസേഷനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നവരൊക്കെ ഈ ബ്ലോക്ക് ചെയിനിലേക്ക് മാറുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഔട്ട്സൈഡ് നെറ്റ്വർക്കും കൂടി ഇന്റർ ഓപ്പറേറ്റബിലിറ്റി വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു റിലവൻസ് കൂടും. അപ്പം ഈ ഒരു ടേം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ അഗ്നോസ്റ്റിക് ബ്ലോക്ക് ചെയിൻ, നിങ്ങൾ പിന്നെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിന്റെ ഒരു സാധനം ഒരുപാട് കേൾക്കാനുണ്ടാവും. അപ്പം അതേപോലെ തന്നെ ഓണർഷിപ്പ് എങ്ങനെ സ്റ്റോർ ചെയ്യുന്നൊക്കെ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പൊ ഞാൻ എത്തേറിയത്തിലൊരു ഒരു ഹാഷ് ജനറേറ്റ് ചെയ്തു. എൻ്റെ പേഴ്സണൽ ഹാഷ്, എൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇതിൽ ആക്ച്വലി എൻ്റെ ഹാഷ് ഞാൻ മറന്നുപോയാൽ, എൻ്റെ ഹാഷിനെ സ്റ്റോർ ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല ഇത് എൻ്റെ ബ്ലോക്ക് ചെയിൻ ആണെന്ന്, എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പം നമുക്കൊരു KYC മെക്കാനിസം ഉണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം, പക്ഷെ അതിനെ കൊണ്ട് കാര്യമൊന്നുമില്ല.
ഇത് എന്താ പറയാ, അത് ബ്ലോക്ക് ചെയിൻ നമ്മൾ ജനറലി ഒരു റാൻഡം ഹാഷ് ജനറേറ്റ് ചെയ്യുന്നു. അത് എൻ്റെ ഹാഷാന്ന് പറഞ്ഞിട്ട് ഞാൻ റിമെമ്പർ ചെയ്യുന്നു. ആ ഹാഷ് ഞാൻ പുറത്തേക്ക് വിടാണ്ട് ഞാൻ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നു. അപ്പോൾ ട്രാൻസാക്ഷൻസ് ചെയ്യുന്ന സമയത്ത് ട്രാൻസാക്ഷൻ ഐ ഡി മാത്രമേ മറ്റുള്ളവർക്ക് കാണാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങളെ ഓണർ പറയാ ബ്ലോക്ക് നിങ്ങളൊരു പേഴ്സൺ, നിങ്ങൾക്ക് ഉള്ള കയ്യിലുള്ള ബ്ലോക്സ് ആയാലും കോയിൻസ് ആയാലും അത് വാലിഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളെ പേഴ്സണൽ ഹാഷ് വെച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? ഓക്കെ, അശ്വിൻ, പ്രണവ്, അഭിഷേക്, സൂരജ്, അല്ല അപ്പം വേറെ ആർക്കൊന്നും ചോദിക്കാനില്ല. ഇപ്പൊ ഇവിടെ വിശാലുണ്ട്, പ്രണവ് ഉണ്ട്, അക്ഷയ് ഉണ്ട്, രേഷ്മയുണ്ട്. ചോദിക്കും. ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ലൈക്ക് ആക്ച്വലി നമ്മൾ സ്വന്തമായിട്ട് ഒരു ബ്ലോക്ക് ചെയിൻ ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുന്നത് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഓപ്പൺ സോഴ്സ് ബ്ലോക്ക് ചെയിൻസ് ഉണ്ടാവും. ഇപ്പം ഹൈപ്പർ ലെഡ്ജർ, ഫാബ്രിക് ആയാലും അല്ലെങ്കിൽ അങ്ങനത്തെ ടൂൾസ് യൂസ് ചെയ്തിട്ട് ഓൾറെഡി ഉണ്ടാക്കി വെച്ച ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്തിട്ട് നമ്മളെ സ്വന്തം നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യാൻ നല്ലത്. ഇപ്പം നമ്മളൊരിക്കലും ഒരു ഹൈബ്രിഡ് ആപ്പ് ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് ഫ്ലട്ടറിന്റെ ഫ്രെയിം വർക്ക് മുഴുവൻ ഒന്നും കൂടി എഴുതൂലല്ലോ. നമ്മുടെ ഫ്ലട്ടറിന്റെ ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്വന്തം ആപ്പ് ഉണ്ടാക്കുക ചെയ്യുക. അതേപോലെ സ്വന്തമായിട്ട് ഒരു സാധനം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് പകരം നമുക്കൊരു ഹൈപ്പർലെഡ്ജർ ഫാബ്രിക്കോ അല്ലെങ്കിൽ എത്തേറിയത്തിന്റെ ടെസ്റ്റ് നോഡ് ഉണ്ട്, ടെസ്റ്റ് നെറ്റ്വർക്ക്, അങ്ങനെയോ ഒന്ന് വെച്ച് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ എത്തേറിയം വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് നെറ്റ്വർക്ക് ഇട്ട് നമ്മൾ പിന്നെ പബ്ലിക്കലായിട്ട് ലൈവ് പോകുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് വേൾഡിന് തന്നെ പബ്ലിക് ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു ഇതൊന്നും വരുന്നില്ല, കൺസ്ട്രെയിൻസ് ഒന്നും വരുന്നില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻ പബ്ലിക് ആയതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ മറ്റുള്ളവർ വാലിഡേറ്റ് ചെയ്യും, അതിനൊരു ഫീസും കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഹൈപ്പർ ലെഡ്ജറിൽ വെച്ചിട്ട് ഇപ്പം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെങ്കിൽ അത് വെച്ചിട്ട് നമ്മളൊരു കൺസ്ട്രെയിൻഡ് യൂസേഴ്സ്, അപ്പം നമുക്കൊരു 100 യൂസേഴ്സ് ഉള്ള ഒരു ഓർഗനൈസേഷൻ, അതേപോലെ ഒരു 10 ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ 10 പേർക്കും കൂടിയിട്ട് 10 ഓർഗനൈസേഷൻ കൂടിയിട്ട് ഒരു 10 നോഡുള്ള ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ 10 നോഡിനെയും നമുക്ക് നെറ്റ്വർക്കിന്റെ അകത്ത് തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരെ വെരിഫൈ ചെയ്തിട്ട് ട്രാൻസാക്ഷൻ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം ഹൈപ്പർ ലെഡ്ജർ യൂസ് ചെയ്തിട്ട്. അപ്പം ഹൈപ്പർ ലെഡ്ജർ പ്രൊവൈഡ് ചെയ്യുന്നത് ജാവ ഉണ്ട്, ഗോ ഉണ്ട്, ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പം ഇത് മൂന്നുള്ളൂ. പൈത്തണ്ണും ഉണ്ട്, പൈത്തണ് സപ്പോർട്ട് ഉണ്ട്. ഇവരെ SDKs വെച്ചിട്ട് നമുക്ക് ഇപ്പൊ ഞാൻ ചെയ്ത എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് തന്നെ ഒരു റാസ്ബെറി പൈ ബേസ്ഡ് ഒരു 6 റാസ്ബെറി, ഇപ്പം ഇതുപോലെ വീടിന് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തല്ലോ, ആ സമയത്ത് പൈല് സപ്പോർട്ട് ചെയ്യുന്ന എന്താണ് ഗോലാങ് ഇൻസ്റ്റാൾ ചെയ്ത് ഗോലാങ് വെച്ചിട്ടുള്ളൊരു നെറ്റ്വർക്കാണ് ക്രിയേറ്റ് ചെയ്തത്. ഗോലാങ്ങിൽ സ്മാർട്ട് കോൺട്രാക്ട് എഴുതി. ആക്ച്വലി ഇതിൽ ബ്ലോക്ക് ചെയിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് കോഡിങ് വലിയ ആവശ്യമില്ല. ഒരു അത്യാവശ്യം നമുക്ക് ലിനക്സ് കമാൻഡ്സ് വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മതി എന്നുള്ള രീതിയിലാണ്. ഇപ്പം ഗോല ഒരു നെറ്റ്വർക്ക് ഇംപ്ലിമെന്റ് ചെയ്തു, പിന്നെ ട്രാൻസാക്ഷൻസ് ചെയ്തു നോക്കി, അതിന്റെ ട്രാൻസാക്ഷന്റെ റിസോഴ്സ് ഡാറ്റ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്തത്. പിന്നെ നമുക്ക് കിട്ടിയ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ ബ്ലോക്ക് ചെയിനിൽ റിസർച്ച് വർക്കും കാര്യങ്ങളെല്ലാം നല്ല കുറവാണ്. അപ്പം അവര് നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ ഒരു റെലവൻസ് ഉണ്ടെങ്കിൽ നമ്മളത് കുറേ സ്ഥലത്ത് എത്തിക്കും. ഇപ്പം നമുക്ക് ഇത് പറയാലോ, ഇപ്പൊ റിസർച്ചിൽ താല്പര്യമുള്ളതെങ്കിൽ ഇപ്പം ഡീപ്പ് ലേണിംഗിൽ ഒരു പേപ്പർ ചെയ്യാനോ മെഷീൻ ലേണിംഗിൽ ഒരു പേപ്പർ ചെയ്യാനോ നമ്മൾ വിചാരിക്കും ഒരു മോഡൽ ഉണ്ടാക്കിയ മോഡലിന്റെ പെർഫോമൻസ് ബെറ്റർ ആണെന്ന് പ്രൂവ് ചെയ്തിട്ട് ഒരു പേപ്പർ ചെയ്യാനുള്ള വിചാരിക്കും. പക്ഷെ അതിലൊക്കെ തന്നെ കുറെ കൺസ്ട്രെയിൻസ് വരുന്നുണ്ട്. പക്ഷെ ബ്ലോക്ക് ചെയിനിൽ എന്ന് പറയുമ്പോൾ റിസർച്ച് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമാണ്. ഇപ്പൊ ഞാൻ തന്നെ ഒരു അത്യാവശ്യം ഒരു ഡീസന്റ് പേപ്പർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്നിട്ടും ഞാൻ അത് പ്രസന്റ് ചെയ്തത് ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടാണ് അത് പ്രസന്റ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയത്. അപ്പം
അതുകൊണ്ടാണ് നമ്മൾ അത്രയും ചെയ്തത് തന്നെ, ആ ഒരു എയിം വെച്ചിട്ട്. പക്ഷെ പിന്നെ ആ ഒരു സംഭവം നമ്മൾ ചെയ്തത് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കിയപ്പോൾ ഒരുപാട് പോസിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പൊ നമുക്ക് ഇന്നൊരു ലാംഗ്വേജ് ആയിട്ട് കൺസ്ട്രെയിൻ റെസ്ട്രിക്റ്റഡ് അല്ല, പക്ഷെ നമ്മളൊരു ഫ്രെയിം വർക്ക് ചൂസ് ചെയ്യുമ്പോൾ അത് തരുന്ന ലാംഗ്വേജോ SDKയും വെച്ചിട്ടായിരിക്കും നമ്മൾ അങ്ങോട്ട് ഫ്യൂച്ചറിൽ പോവാം. അതാണ് ഡിഫറൻസ്. പിന്നെ നമ്മള് ബ്ലോക്ക് ചെയിൻ കമ്പനീസ് ചൂസ് ചെയ്യുന്നതിന്റെ മെയിൻ കാരണം, ഇപ്പം ബോഷ് ആയാലും, ബോഷിന് ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഗ്രീൻ ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഫുഡ് സപ്ലൈ ചെയ്യുന്ന വേണ്ടിയിട്ട് നെറ്റ്വർക്ക് ഉണ്ട്. അതേപോലെ IBM സ്വന്തമായിട്ടുണ്ട്. ഒരു പ്രവീൺ ജയചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ത്യക്കാരനാണ് അതിന്റെ ഹെഡും. അപ്പം ഇത് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിനും കാര്യങ്ങളും ബ്ലോക്ക് ചെയിൻ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഒരു ആഫ്റ്റർ ലൈഫ് ഉണ്ടാവും. ഒരു നമ്മൾ സാധനം വാങ്ങി, ഇപ്പൊ നമ്മളൊരു പറയാ മൊബൈൽ വാങ്ങി, അതിന്റെ അകത്തുള്ള കോമ്പണൻസിന് ഒരു ലൈഫ് ഉണ്ട്. ആ ലൈഫ് കഴിഞ്ഞാൽ അതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ടാവും. അതിപ്പോ കോപ്പർ ആയാലും, ലെഡ് ആയാലും, ടിൻ ആയാലും, ഗോൾഡ് ആയാലും, അതിന് എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ട്, ഇതിൻ്റെ അകത്ത് വന്നതെന്നുള്ളൊരു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് റീസൈക്കിൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റിന് ഭയങ്കര യൂസ്ഫുൾ ആണെന്നാണ് ഈ ബ്ലോക്ക് ചെയിൻ. അപ്പൊ നമ്മളെ മൊത്തം വേൾഡിന് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ആഫ്റ്റർ ലൈഫിൽ ആ സാധനം നമ്മളൊരു ഫോൺ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ എത്തുന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ ഒരു രീതിയിൽ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളൊരു സാധാരണ ലൈഫിൽ ഇപ്പോൾ ഫോൺ ഓഫ് ആയി അതിന്റെ മുകളിലുള്ള നമ്പേഴ്സ് ഒന്നും വെച്ചിട്ട് ആരും ഐഡന്റിഫൈ ചെയ്യാനോ അതിന് റീസൈക്കിൾ ചെയ്യാനും ആരും ഇനിഷ്യേറ്റീവ് എടുക്കാത്തതുകൊണ്ട് എന്താ വെച്ചാൽ, റീസൈക്കിൾ ചെയ്യുമ്പോൾ എനിക്ക് എന്താ ഗുണം എന്നുള്ള രീതിയിലാണ്. കാരണം അതിനൊരു ഇപ്പോൾ ഉള്ള സെൻട്രലൈസ്ഡ് സിസ്റ്റം, ഇപ്പൊ നമ്മൾ ഈ ചൈനയിൽ ഇത് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ചൈന കൊണ്ട് കൊടുത്തിട്ട് റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ ഒരു മൾട്ടിപ്പിൾ ഒരു ഓർഗനൈസേഷൻസ് ഇവിടെ ഉണ്ട് ഇത് കളക്ട് ചെയ്യാനും, പിന്നെ അത് അവർക്ക് തന്നെ ഓട്ടോണമസ് ആയിട്ട് റീസൈക്കിൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ റീസൈക്ലിംഗ് എന്ന് പറഞ്ഞ സംഭവം മൊത്തമായിട്ട് ഒരു ഡിസ്റപ്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും. ആ രീതിയിലും കൂടി കണ്ടിട്ടാണ് ആക്ച്വലി ഈ കമ്പനികളുടെ ബ്ലോക്ക് ചെയിൻ കൂടുതലായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ, ബെസ്റ്റ് എന്ന് വെച്ചാൽ ഈ സിറ്റുവേഷനിൽ പോപ്പുലർ ആയിട്ടുള്ളതിന് കയറുന്നതാണ്. ഇപ്പൊ നിങ്ങളൊരു IoT ഡിവൈസ് വെച്ചിട്ട് ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് സിമുലേറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയയിലാണെങ്കിൽ ബെസ്റ്റ് അയോട്ട വെച്ചിട്ട് പോകുന്നതാണ്. അയോട്ടക്ക് പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട്, ഈ ട്രാൻസാക്ഷന്റെ ഹാഷ് ഒരു സമയത്ത് റിപ്പീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഈ ഒരു 2005 ചെയ്ത ട്രാൻസാക്ഷൻ തന്നെയായിരിക്കും 2015 പിന്നെയും ട്രാൻസാക്ഷൻ ഇതായിട്ട് വരുന്നത്. പക്ഷെ ആ ഇഷ്യൂ അവര് അയോട്ട സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളെ ഒരു IoT നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് ഒരു ബ്ലോക്ക് ചെയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് IoTA എന്ന പേര്, അയോട്ട വെച്ചിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഒരു പ്രൈവറ്റ്, ഇപ്പൊ നിങ്ങളെ ഒരു 4 ഓർഗനൈസേഷൻ, ഇപ്പം എന്താ പറയാ, ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു വില്ലേജ് ഓഫീസ്, ഒരു തഹസിൽദാർ, ഒരു ആ നാടിന്റെ തന്നെ ഒരു കോർപ്പറേഷൻ ഓഫീസ്, അതിന്റെ അകത്ത് വരുന്ന ഒരു വില്ലേജ് ഓഫീസ്, അതിന്റെ അകത്ത് വരുന്ന ഒരു സ്ഥലം സർവേ ചെയ്യുന്ന ഒരു ടീം, ഇങ്ങനത്തെ 3-4 ഓർഗനൈസേഷൻ വെച്ചിട്ട് റൺ ചെയ്യുന്നതാണെങ്കിൽ അതൊരു പ്രൈവറ്റ് ആണ്. പുറത്തുള്ള ഒരാൾക്ക് വന്നിട്ട് അതിൻ്റെ അകത്ത് ട്രാൻസാക്ഷൻ വാലിഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ അകത്ത് എംപ്ലോയ് ചെയ്യുന്നവരായിരിക്കും അതിന്റെ അകത്തുള്ള ട്രാൻസാക്ഷൻ വാലിഡേറ്റ് ചെയ്യുക, പക്ഷെ ഓട്ടോണമസ് ആയിട്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈപ്പർ ലെഡ്ജർ ഫാബ്രിക് പോലത്തെ ടൂൾ യൂസ് ചെയ്താൽ നല്ലത്. കാരണം നമ്മുടെ ഓർഗനൈസേഷനിൽ പുറത്തുനിന്ന് ഒരാളെ പുതിയതായിട്ട് വരുത്തും വേണ്ട, പക്ഷെ നമ്മുടെ ഓർഗനൈസേഷനിലെ എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു ഓട്ടോണമിറ്റി ഉണ്ട്. പിന്നെ പ്രൈവറ്റ് ആണ് വരുന്നത് എന്ന് വെച്ചാൽ, എന്താ പറയാ, ഇപ്പൊ എന്റെ ട്രാൻസാക്ഷൻ, ഞാൻ എന്ത് ട്രാൻസാക്ഷൻ ചെയ്താലും അത് ഒരു നല്ല സെക്യൂർ ആയിരിക്കണം, എല്ലാവരും വാലിഡേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ട്രാൻസാക്ഷൻസ് എത്തറിയാമോ നല്ലത്. പിന്നെ ബിറ്റ്കോയിനും പൈസ അയക്കാനോ നമ്മളെ പൈസ വെച്ചിട്ട് കോയിൻ, അതപ്പോ സേഫ് ആയിട്ട് സ്യൂഡോ അനോണിമിറ്റി എന്ന് പറയും. ഇപ്പം ഞാൻ ബിറ്റ്കോയിനിൽ ഇപ്പം ഞാൻ രൂപക്കിന് പൈസ അയച്ചെന്ന് വിചാരിച്ചോ, ഇപ്പൊ രൂപക്ക് ആരാന്ന് പറയാണ്ട് തന്നെ ഇപ്പം നമുക്ക് ബാങ്കിൽ ഞാൻ ഒരാളുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് അയാളെ ട്രേസ് ചെയ്യാൻ പറ്റും, ഗവൺമെന്റിന് പറ്റും. പക്ഷെ നമ്മൾ ബിറ്റ്കോയിൻ വഴി ഒരാളെ അഡ്രസ്സിലേക്ക് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അഡ്രസ്സ് എന്ന് വെച്ചാൽ ഇയാൾ രൂപക്ക് ജനറേറ്റ് ചെയ്യുന്നത്, ആ രൂപക്ക് ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സിലേക്കാണ് ഞാൻ പൈസ അയച്ചു കൊടുക്കുന്നത്. പക്ഷെ രൂപക്ക് ആ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു രൂപക്കിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് ഒരു ഹാഷ് റൺ ചെയ്തു, ഐഡി ജനറേറ്റ് ചെയ്തു, അതിലേക്ക് പൈസ അയച്ചു രൂപക്കിന്റെ കയ്യിലെത്തും. പക്ഷെ അത് റിവേഴ്സ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല, അത് ആർക്കും പോയതൊന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ആ ഒരു സെൻസിൽ നോക്കുമ്പോൾ ബിറ്റ്കോയിൻ വെച്ചിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം, ബിറ്റ്കോയിന്റെ ഫോർക്ക് വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഹോസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഹൈപ്പർ ലെഡ്ജർ, പിന്നെ പബ്ലിക് ആയിട്ട് പക്ഷെ സ്വന്തമായിട്ട് ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ എത്തറിയാം. ഇതാണ് ഞാൻ സജസ്റ്റ് ചെയ്യാം. പക്ഷെ ഇത് മാറിക്കൊണ്ടിരിക്കും, ഇപ്പോഴത്തെ പോപ്പുലർ ആണിത്. ഇപ്പം എല്ലാം കുറച്ച് കഴിഞ്ഞാൽ വേറെ വരും എന്നുള്ള രീതിയിലാണ് ഉള്ളത്. വേറെ ഇപ്പൊ ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടി എന്നേ പറയാൻ പറ്റും. ഇപ്പം ഇന്റർനെറ്റ് എന്നെല്ലാം പറയുമ്പോൾ ക്ലൗഡ് എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി മെച്യൂർ ആയി. ഇനി അതിനെ മോണിറ്റൈസ് ചെയ്യാൻ ആൾക്കാർ നോക്കും.
പക്ഷെ ഇനി മെച്ചുവർ ആവുന്നതിന് മുന്നേ മോണിറ്റൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ വളർത്താൻ നോക്കുന്നത് ഒരുപാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചോദിച്ചോ, ഗസ്റ്റ് ചോദിച്ചോ, ആരൊക്കെ ചോദിച്ചു നോക്കട്ടെ. സൂരജ്, അഭിഷേക്, അശ്വിൻ ചോദിച്ചോ? ചോദിച്ചു. ഓക്കെ. അക്ഷയ്, രേഷ്മ, അനഘ, പ്രണവ്, അഭിഷേക് ഒന്നും ചോദിക്കാനില്ല. പ്രണവ് ചോദിച്ചു. ഓക്കെ, ഫൈൻ. അപ്പം ഒരു ലോജിസ്റ്റിക് കമ്പനിയിൽ ബ്ലോക്ക് ചെയിൻ ഇംപ്ലിമെന്റ് ചെയ്താൽ എങ്ങനെയാവും എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ, ഇപ്പം എനിക്ക് ലോജിസ്റ്റിക്സിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല, എന്നാലും എൻ്റെ ഇത് പറയാം. അതില് ലോജിസ്റ്റിക്സിന്റെ കാര്യത്തിൽ നമുക്കത് റിസോഴ്സസ് എടുക്കുന്ന ഒരു ടീം ഉണ്ടാവും. ഇപ്പം നമ്മൾ എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അപ്പം ആ റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവൈഡർ അല്ലെങ്കിൽ ഇൻഫോ എന്താ പറയുക, അത് പ്രൊവൈഡർ ഉണ്ടാവും. പിന്നെ അത് തൽക്കാലത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു വെയർ ഹൗസ് ഉണ്ടാവും. ആ വെയർ ഹൗസിൽ നിന്ന് നമുക്കൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഓർഡർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ടാവും. ആ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് തന്നെ 2 പോയിന്റ് ഉണ്ടാവും. അപ്പോൾ അത് ഒരു സ്ഥലം വരെ എത്തിക്കുന്നതും പിന്നെ അവിടെ നിന്ന് പോയിന്റ് പിക്കപ്പ് ചെയ്യുന്നില്ല, ആ 2 പോയിന്റ്. ഇപ്പം ഇങ്ങനെ കൂട്ടാം. വെയർ ഹൗസ്, അതിന്റെ സോഴ്സ് വെയർ ഹൗസ്, പിന്നെ നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ ഇടക്ക് 1ാമത്തെ ചെക്ക് പോയിന്റ്, 2ാമത്തെ ചെക്ക് പോയിന്റ്, യൂസർ. അപ്പൊ ഇവിടെ തന്നെ 5 നോഡായി. ഈ 5 നോഡാണ് അറിയാം ഈ ലോജിസ്റ്റിക്സിൽ വരുന്നത്. അപ്പം നമുക്ക് അറിയാം 5 നോഡും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നെറ്റ്വർക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മളിത് വെയർ ഹൗസിലാണ് ഉള്ളത്, അപ്പം ഇന്ന മെറ്റീരിയൽസ് ആണ് ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തത്. ഇപ്പം ഇന്ന സോഴ്സ് എന്നാണ്. ഇപ്പം ഞാൻ ഒരു മീൻ വാങ്ങുന്ന വിചാരിച്ചോ, ഇപ്പം കടലിൽ ഈ ഭാഗത്ത് നിന്നാണ് ഒരു മീൻ വാങ്ങുന്നുള്ള രീതിയിൽ. ഓക്കെ, ആ മീൻ വാങ്ങുന്നത്. അപ്പം ആ ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന ഒരു ഫിഷ്, ആ സ്ഥലത്ത് നിന്ന് വരുന്ന ഫിഷിനെ നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് എത്തിച്ച് ആ മാർക്കറ്റിൽ നിന്ന് വേറെ സ്റ്റോർ നമ്മൾ വാങ്ങുന്ന വിചാരിച്ചോ. അപ്പൊ നമുക്ക് അതിന്റെ സോഴ്സ് ഒരു യൂസർക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പൊ കടക്കാരും പറയും ഇത് നല്ല മീനാണ്, ഇന്ന് രാവിലെ കൊണ്ടുവന്ന മീനാന്നൊക്കെ പറയും. പക്ഷേ ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഈ സെൻസേഴ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും. സാധാരണ ലോജിസ്റ്റിക്സിന്റെ നെറ്റ്വർക്ക് ഓൾറെഡി ഇപ്പോൾ ഉണ്ട്, കുറച്ച് എന്താ പറയാ ഈ ബോഷും IBM ഒക്കെ ചെയ്യുന്ന അതൊക്കെ തന്നെ. അപ്പം അവർ ഈ സെൻസേഴ്സ് ഒക്കെ വെച്ചിട്ട് അതിന്റെ സോഴ്സ് മുതൽ യൂസറിന്റെ ഈ പ്രൊഡ്യൂസർ മുതൽ യൂസർ വരെ ട്രാക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പം ആൾക്കാർക്ക് കുറച്ചും കൂടി വാലിഡിറ്റി ആണ്. വെച്ചാൽ നമ്മൾ പാക്കറ്റിന്റെ ബാക്കിൽ ഇടുന്ന സാധനം ഇനി എത്ര പേര് വിശ്വസിക്കുന്നൊന്നും പറയാൻ കഴിയില്ല. ഇപ്പം വിശ്വസിക്കും, പക്ഷെ ഒരു 4 കൊല്ലം കഴിഞ്ഞാൽ ടെക്നോളജി അത്ര അഡ്വാൻസ് ആയി കഴിഞ്ഞാൽ ഉടായ്പിനും ചാൻസ് ഭയങ്കര കൂടും. അപ്പൊ എത്രത്തോളം ടെക്നോളജി വളരുന്നു അത്രത്തോളം അത് വെച്ചിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന സംഭവം വളരും. ആ സമയത്താണ് ഇതിന്റെ റെലവൻസ് കൂടി വരും. ആ സമയത്ത് യെസ്, ഇപ്പം ഞാൻ എവിടുന്ന് സാധനം എടുക്കും, ഞാൻ എനിക്ക് തോന്നിയത് എഴുതി വെക്കാൻ പറ്റില്ല. സെൻസർ ആയിരിക്കും അതിന്റെ ഡാറ്റ അതിന്റെ കൂടെ അപ്പൻഡ് ചെയ്ത് വിടുന്നത്.
അല്ലെങ്കിൽ ഒരു ജിയോ ടാഗിങ്, അല്ലെങ്കിൽ ഒരു RFID പോലെ. അപ്പം പിന്നെ അത് വെച്ചിട്ട് നമുക്ക് യൂസർക്ക് ട്രാക്ക് ചെയ്യാനുള്ള രീതി. അപ്പം അഡ്വാൻസ് റോൾ ഓഫ് മാനേജ്മെന്റ് അതേപോലെ ഒന്നും പറയാൻ പറ്റും. പറ്റും, ഒരു ടൈപ്പ് അങ്ങനെയും ചെയ്യാം. അപ്പൊ നമ്മൾ ഇപ്പൊ ഇന്റർനെറ്റ് എന്ന് പറയുന്ന പോലെ, അപ്പൊ അതിന്റെ തന്നെ എത്ര ടൈപ്പ്, എത്ര ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതേപോലെ. ഇപ്പം ചിലരൊക്കെ പറയുന്നത് ദിസ് വിൽ ബി ദ നെക്സ്റ്റ് ഇന്റർനെറ്റ് എന്നാണ്. പക്ഷെ ഞാൻ അത്രക്കൊന്നും വിചാരിക്കുന്നില്ല. പക്ഷെ മേ ബി ഇറ്റ് ക്യാൻ ബി. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ കൊളംബിയ പോയ US പോയ സമയത്ത് മീറ്റ് ചെയ്ത ഒരാളുണ്ടായിരുന്നു, ജോൺ റയാൻ എന്ന് പറഞ്ഞിട്ട്. അയാള് ഫോം സ്പേസ് എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടപ്പിന്റെ ഫൗണ്ടറാണ്. അപ്പം ഫോം സ്പേസ് ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഫോം ഡോട്ട് സ്പേസ് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കിട്ടും. അപ്പം ഇപ്പൊ റയാൻ ചെയ്യുന്നതെന്ന് വെച്ചാല്, അയാള് സാറ്റലൈറ്റ് വെച്ചിട്ടുള്ള GPS എന്ന് പറഞ്ഞ സിസ്റ്റത്തിനെ മൊത്തമായിട്ട് റിപ്ലേസ് ചെയ്യുന്നതാണ്. എങ്ങനെയാന്ന് വെച്ചാല്, ഈ സാറ്റലൈറ്റ് ആക്ച്വലി എന്താ ചെയ്യുന്നത്, യൂസർ കൊടുക്കുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു. ഇപ്പം ഞാൻ എൻ്റെ ഫോണ് എവിടെയാന്ന് സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യുന്നു. അതായിരിക്കും ഇപ്പം ഊബറൊക്കെ വിളിക്കുമ്പം എൻ്റെ കാർ എവിടെ എത്തി എന്നൊക്കെ നോക്കുമല്ലോ, അതെങ്ങനെയാന്ന് ചെയ്യുന്നത്. അപ്പം ആ കാറ് കൊടുക്കുന്ന ജിയോ ലൊക്കേഷൻ ആയിരിക്കും സാറ്റലൈറ്റ് എടുക്കുന്നത്. സാറ്റലൈറ്റിലെ കൊടുക്കുന്ന ജിയോ ലൊക്കേഷൻ ഗൂഗിൾ വഴി നമുക്ക് കിട്ടുന്നു. അപ്പം ആക്ച്വലി നമ്മളെ നാട്ടിലെ ആൾക്കാർ എത്രയും അഡ്വാൻസ് ആയോന്ന് അറിയില്ല. പക്ഷെ ഇപ്പം US കാണുന്ന ഒരു കോമൺ ടൈപ്പ് ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ, ഈ ഫോണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഫോണിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഫോണ് ട്രാൻസ്ഫർ ചെയ്യുന്ന ജിയോ ലൊക്കേഷൻ വേറെ ആയിരിക്കും. കുറച്ചും കൂടി ആൾക്കാർ ഡെൻസ് ആയിട്ടുള്ള, ഒരുപാട് ട്രാഫിക് ഉള്ള ഒരു സ്ഥലത്ത് എൻ്റെ ജിയോ ലൊക്കേഷൻ കൊടുത്തിട്ട് അവിടെ നിന്ന് വരുന്ന ഉബർ ഇപ്പം വരുന്ന കോൾസിന് ഇപ്പം നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരുപാട് ഡ്രൈവേഴ്സ് ഉള്ള ഏരിയ ആണെങ്കിൽ ആ ഡ്രൈവറിന് കിട്ടുന്ന പൈസ കുറവായിരിക്കും. അപ്പൊ ഡ്രൈവർ ഇല്ലാത്ത ഏരിയയിൽ എൻ്റെ ലൊക്കേഷൻ ഉള്ള പോലെ കാണിച്ചിട്ട്, പക്ഷെ ഞാൻ വേറെ സ്ഥലത്തായിരിക്കും, കാറ് വേറെ സ്ഥലത്തായിരിക്കും ഉണ്ടാവുക, പക്ഷെ ആ സ്ഥലത്ത് ഉള്ള പോലെ കാണിച്ചിട്ട് പൈസ കുറച്ചധികം വാങ്ങുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷെ അത് ഒഴിവാക്കാനായിട്ട് ഇപ്പം പല ഫണ്ടിങ് കിട്ടുന്നത് അതുകൊണ്ടാണ്. ഇപ്പം ഫോം സ്പേസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, മറ്റുള്ള നോഡ്സ്, ഇപ്പം 5G വരാൻ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ടവറുകൾ കാണാൻ പറ്റും, ചെറിയ ചെറിയ ഹൈറ്റ് കുറഞ്ഞ ടവറുകൾ ഓരോ ലൊക്കേഷനിൽ. അതേപോലെ ഈ ഫോം സ്പേസിന് അവർ തന്നെ വെൻഡേഴ്സ് ഉണ്ട്. അവര് ഓരോ സ്ഥലത്തും ടവറുകളും പിന്നെ വണ്ടികളുടെ അകത്തും സെൻസേഴ്സ് വെക്കും. ആ ഒരു 4 സെൻസർ കൂടിയിട്ട് ഒരു പെർട്ടിക്കുലർ സാധനത്തിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കും. എന്നിട്ട് ആ ഫോം സ്പേസിന്റെ ബ്ലോക്ക് ചെയിനിലേക്ക് ആഡ് ചെയ്യും. അപ്പം പിന്നെ അത് ഞാൻ അയാളുടെ ലൊക്കേഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് അയാളുടെ അവസാനം അയാൾ അപ്ഡേറ്റ് ചെയ്ത ഫോം സ്പേസിനകത്തുള്ള സാധനം ചെക്ക് ചെയ്യാം. അപ്പം മൾട്ടിപ്പിൾ ആൾക്കാരായിരിക്കും അയാളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നുണ്ടാവുക. അയാളുടെ ലൊക്കേഷൻ അയാൾക്കും വേറെ ആർക്കും എഡിറ്റ് ചെയ്യാനും പറ്റൂല. അപ്പൊ അവരുടെ ഫോൺ സ്പേസിന്റെ ഒരു വീഡിയോ ഉണ്ട്, നല്ലൊരു റെപ്രസെന്റേഷൻ അവരെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള രീതിയിൽ. അത് ജസ്റ്റ് ഒന്ന് കണ്ടു വയ്ക്കും. ഞാൻ ജസ്റ്റ് ലിങ്ക് ഇടാം. ഓക്കെ, ഇത് ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയും. പിന്നെ വേറൊരു ആപ്ലിക്കേഷൻ എന്ന് വെച്ചാല് പറയാ, ഇത് ഒരുപാട് ഇപ്പം അന്ന് ഞാൻ ആ ഒരു മീറ്റപ്പിന് പോയ സമയത്ത് അവിടെ കണ്ടത് ഒരു വയസ്സായ ഒരാളായിരുന്നു. ആ ചെങ്ങായി ആക്ച്വലി ചെയ്യുന്നത് വെച്ചാൽ US നേവിക്ക് വേണ്ടിയിട്ട് ടെക്നോളജി റെക്കമെൻഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അയാളെ കണ്ടിട്ട് ആക്ച്വലി നമ്മളെ ഒരു അണ്ടർ വാല്യൂ ചെയ്യുന്ന പോലെയാണ്. അപ്പൊ അവര് ചെയ്യുന്നതെന്ന് വെച്ചാല് പറയാ, ഈ നേവിന്റെ മിഷനറീസും കാര്യങ്ങളും ഉണ്ടാവും, അതിന്റെ ഏജും കാര്യങ്ങളും ട്രാക്ക് ചെയ്തിട്ട് ഒരു പുതിയ സാധനങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഒരു നെറ്റ്വർക്ക് പോലെ ക്രിയേറ്റ് ചെയ്യണം. അപ്പം പല രീതിയിൽ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം ഇങ്ങനെയൊക്കെ ആപ്ലിക്കേഷൻ വരുന്നത്. പക്ഷെ എന്താ ആലോചിച്ചാലും അതിന്റെ ഒരു സിമിലർ സാധനം നമുക്ക് വെബിലും സാധാ ഇന്റർനെറ്റ് രീതിയിലും ചെയ്യാൻ പറ്റും, ബ്ലോക്ക് ചെയിനിലും ചെയ്യാൻ പറ്റും. ഡിഫറൻസ് വരുന്നത് അതിന്റെ ഒരു ട്രസ്റ്റ് ആണ്. നമുക്കതിന് വേറെ ആയിരിക്കും അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു ഇതുണ്ട്. ഇപ്പൊ നമ്മൾ വിചാരിക്കും ആരാ ഇത് മാനിപ്പുലേറ്റ് ചെയ്യുക, ഇനി മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് എന്താ ഒരു മോണിറ്ററി ബെനിഫിറ്റ് എന്ന് വിചാരിക്കും. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം.
ഓക്കെ, ചോദിച്ചോ. അഭിഷേക് ഉണ്ട് ചോദിക്കാൻ. ബാക്കി അഭിഷേക് അല്ല, അഭിഷേക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ 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 ഫൈൻ. ഓക്കെ, രേഷ്മ ചോദിക്കാനൊന്നുമില്ല. Okay. What all are the current best implementation of blockchain? Implementation of blockchain. Okay. ആക്ച്വലി ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ബെസ്റ്റ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ബെസ്റ്റ് എന്ന് പറയാനായിട്ട് ഒന്നും വന്നില്ല. കാരണം എല്ലാം ഇപ്പം ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് ഉള്ളത്. ഇപ്പം ഹൈപ്പർ ലെഡ്ജറിന്റെ കാര്യത്തിലും ആക്ച്വലി ഹൈപ്പർ ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ലിനക്സ് ഫൗണ്ടേഷൻ അടിയിലുള്ള ഒരു സബ് അംബ്രല പ്രൊജക്ട് പോലെയാണ്. ഈ ഹൈപ്പർ ലെഡ്ജറിന്റെ അകത്ത് തന്നെ നമുക്ക് ഒരു ഫാബ്രിക് ഉണ്ട്, പിന്നെ ഒരു മിനിറ്റ്. ആക്ച്വലി അതിൽ ഒരു നിങ്ങൾക്ക് ഇപ്പൊ ജസ്റ്റ് വെരിഫൈ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റിയ ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഹൈപ്പർ ലെഡ്ജർ ഇറോഹ എന്ന് പറഞ്ഞ സാധനം, IROH. അപ്പം ഇത് ഒരു നല്ലൊരു ടൂളാണ്. ഇപ്പം ഇന്റേണലി ഇപ്പം പറഞ്ഞല്ലോ ലോജിസ്റ്റിക്സിന്റെ കാര്യത്തിൽ നമുക്ക് നമ്മളൊരു കമ്പനീന്റെ അകത്ത് തന്നെ ലോജിസ്റ്റിക്സിന്റെ അതും ബ്ലോക്ക് ചെയിനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയൊരു ടൂളാണ് ഇറോഹ. അപ്പം അങ്ങനെ ഇപ്പൊ മൾട്ടിപ്പിൾ യൂസ് കേസസിന് മൾട്ടിപ്പിൾ ബെസ്റ്റ് സാധനങ്ങളുണ്ട്. അപ്പം എല്ലാം പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നില്ല ബെസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്നും ആയിട്ടില്ല. ഇപ്പൊ മെച്ചുവർ ആയി കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ ലൈക്ക് ഇൻ ഫ്യൂ ഇയേഴ്സ് മേ ബി അത് അതിന്റെ ഇംപ്ലിമെന്റേഷൻ അതിന്റെ അക്വിസിഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ബെസ്റ്റ് ആവാൻ ചാൻസ് ഉള്ളത് ഹൈപ്പർ ലെഡ്ജറിന്റെ അകത്ത് വരുന്ന ഏതെങ്കിലും ഒരു ടൂൾ ആയിരിക്കും. പിന്നെ ഇത്തേറിയം ഇപ്പം ആ രീതിയിലും വളരുന്നുണ്ട്. ഇപ്പം ഇത്തേറിയയില് എന്നുള്ള ടോക്കനും ഉണ്ട്. അതുകൊണ്ട് പറയാം അതിലെ ട്രാൻസാക്ഷൻസിന്റെ പൈസ ഒരു ട്രാൻസാക്ഷൻ ഫീ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് വലിയ ഓർഗനൈസേഷൻസ് ഒന്നും ഇത്തേറിയം ചൂസ് ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പം നമ്മളൊരു പ്രൈവറ്റ് ഓർഗനൈസേഷൻസിൽ മൾട്ടിപ്പിൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സാധനങ്ങൾ ഹൈപ്പർ ലെഡ്ജർ ബേസ്ഡ്, അല്ലെങ്കിൽ ഞാൻ പറയാൻ വിട്ട ഒരു സാധനം കോഡ എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പറ്റിയ ഒരു സാധനം കോഡ R3 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടൂൾ ഉണ്ട്. അതും നല്ലൊരു സാധനമാണ്. അപ്പൊ നമുക്കിനി ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ സോ ബൈ ദെൻ. ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ we can wait for some time. കേരള ഗവൺമെന്റിന്റെ ഒരു കേരള ബ്ലോക്ക് ചെയിൻ അക്കാഡമി ഉണ്ട്, KBA.ai. So if anyone is interested in courses, they are doing a free course actually. KBA.ai ഒരു ഫ്രീ കോഴ്സ് ഉണ്ട് ബ്ലോക്ക് ചെയിനിനെ പറ്റിയിട്ടുള്ള, and then there are more upskilling courses. So if anyone is interested, please go ahead and register. എന്തായാലും ഓൺലൈൻ കോഴ്സാണ്, കോഴ്സിറ ഇതിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ലോഗിൻ കോഴ്സ്. Okay. It is supported by IIITM Calicut, I guess. Right. Okay, so then we'll wind up. So session I'll wind up. Session close here. The networking area will still be open. If you guys are interested in networking, please use that. ഈ സെഷൻ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറെ ടേബിൾസ് പോലെ ഉണ്ടാവും. ഓരോ ടേബിളിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അവിടെ നിന്ന് നിങ്ങൾക്ക് നെറ്റ്വർക്ക് ചെയ്യാം. I'll close the session for now. Thank you guys. Okay. സോ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ പറഞ്ഞതൊന്നും വലിയ രീതിയിൽ മനസ്സിലാവാൻ ചാൻസ് കുറവാണ്. എന്താ വെച്ചാൽ ഇത് എനിക്കും ഉണ്ടായ ഒരു ഫീലാണ്. അപ്പം ഞാൻ വളരെ സിമ്പിൾ ആക്കാൻ നോക്കി, അതേപോലെ തന്നെ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങളത് എത്രത്തോളം റിസപ്റ്റീവ് ആയി എന്നുള്ള രീതിയിൽ എനിക്കറിയില്ല. അപ്പം നിങ്ങൾ കേൾക്കാൻ നോക്കിയിട്ടും എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങളെ ഫീഡ്ബാക്ക് ഇനി നിങ്ങൾക്ക് എന്താ മനസ്സിലാവാതെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് നന്നായി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാൻ നോക്കാം.
ബേസിക്കലി ഈ സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് തോന്നാൻ ചാൻസ് ഉണ്ട്, അത്രത്തോളം ഇതിന് മനസ്സിലാവാണ്ട് ഇഷ്ടക്കേട് വരാനും ചാൻസ് ഉണ്ട്. അപ്പം യൂട്യൂബ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഒരു വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അങ്ങനെ ആ നെറ്റ്വർക്ക് എങ്ങനെ റൺ ചെയ്യുന്നത് മനസ്സിലാക്കാൻ നോക്കണം എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട്. ഓക്കെ, സോ ബൈ. Okay. Okay, bye guys. Thank you for joining.